ആശകൾ തൻ ചിറകുകളിൽ അനശ്വര തീരത്തു ഞാൻ ചെന്നു. അകവരതം ദൂതർ സ്തുതി ചെയ്യും നാഥനെ ആനന്ദത്തോടെ ഞാൻ കണ്ടു. ആശകൾ തൻ ചിറകുകളിൽ അനശ്വര തീരത്തു ഞാൻ ചെന്നു. അകവരതം ദൂതർ സ്തുതി ചെയ്യും നാഥനെ ആനന്ദത്തോടെ ഞാൻ കണ്ടു. സംഗീതങ്ങൾ ആമോദമോടെ പാടുന്നു. ആയിരം ദൂത സംഗീതങ്ങൾ ആമോദമോടെ പാടുന്നു. ആയിരം ദൂത സംഗീതങ്ങൾ ആമോദമോടെ പാടുന്നു. അതിൽ നടുവിൽ ഞാൻ ചെറുവിണമിട്ടി ആത്മീയ ഗീതങ്ങൾ പാടി ആശകൾ തൻ ചിറകുകളിൽ അനശ്വര തീരത്തു ഞാൻ ചെന്നു. അനവരതം ദൂതർ സ്തുതി ചെയ്യും നാഥനെ ആനന്ദത്തോടെ ഞാൻ കണ്ടു. ആശകൾ തൻ ചിറകുകളിൽ അനശ്വര തീരത്തു ഞാൻ ചെന്നു. അനവരതം ദൂതർ സ്തുതി ചെയ്യും നാഥനെ ആനന്ദത്തോടെ ഞാൻ കണ്ടു. ആ സ്വർഗനാടിന്റെ വീഥികൾ കാണുകിൽ ആരും കൊതിച്ചിടും എന്നുമേ. ആ സ്വർഗനാടിന്റെ വീഥികൾ കാണുകിൽ ആരും കൊതിച്ചിടുമെന്നുമേ. ആനന്ദം തരകവിഞ്ഞൊഴുകിടും ആത്മീയ വീഥികൾ കണ്ടാൽ ആരിലും ചെന്ന് പാടിയാതെ. ആശകൾ തൻ ചിറകുകൾ അനശ്വര തീരത്തു ഞാൻ കണ്ടു. അനവരതം ദൂതർ സ്തുതി ചെയ്യും നാഥനെ ആനന്ദത്തോടെ ഞാൻ കണ്ടു. ആശകൾ തൻ ചിറകുകളിൽ അനശ്വര തീരത്തു ഞാൻ കണ്ടു. അനവരതം ദൂതർ സ്തുതി ചെയ്യും നാഥനെ ആനന്ദത്തോടെ ഞാൻ കണ്ടു. ആശകൾ തൻ ചിറകുകളിൽ അനശ്വര തീരത്തു ഞാൻ ചെന്നു. അനവരതം ദൂതർ സ്തുതി ചെയ്യും നാഥനെ ആനന്ദത്തോടെ ഞാൻ കണ്ടു. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹീതമായ നിലവാരത്തിൽ നമ്മളോട് സാക്ഷി പറയിച്ച കർത്തദാസിനോടുള്ള നന്ദി അറിയിക്കുന്നു. തുടർന്ന് നടക്കുന്ന ദൈവവചന ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി ഇപ്പോൾ തോമസ് ജോസഫ് പാസ്റ്റർ പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. നിത്യനായ ദൈവമേ, ഞങ്ങളുടെ നല്ല സ്വർഗീയ കർത്താവേ, ഏറ്റവും മനോഹരമായ വിലപ്പെട്ട ഈ നല്ല സമയത്തിനായിട്ട് വളരെ നന്ദിയോടെ ഞങ്ങൾ തിരുനാമത്തെ ഇങ്ങനെയൊരു സുവിശേഷ മഹായോഗത്തിൽ ഞങ്ങൾക്കായിരിപ്പം ദൈവമായ കർത്താവ് ഇടിയാക്കിയ ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. അനുകൂലമായി പ്രകൃതി തന്നെ ഞങ്ങളെ അവിടുന്ന് കൂട്ടി വരുത്തിയ ദൈവത്തിൻ്റെ മഹത്തായ സ്നേഹത്തിനായിട്ട് സ്തോത്രം. വളരെ ജീവിക്കുന്നൊരു സാക്ഷി ഇന്ന് രാത്രി ആദ്യമായ സമയം ഞങ്ങളെ കേൾപ്പിച്ചു. ഇന്നും പ്രാർത്ഥന കേൾക്കുന്ന ദൈവം തനിക്ക് വേണ്ടി കാംക്ഷിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു വലിയൊരു അനുഭവം ഞങ്ങളെ കേൾപ്പിച്ചു. ചങ്ങേദാസനെ ശക്തീകരിക്കാൻ ദൈവം കൊടുത്തിരിക്കുന്ന അതിമഹത്തായ ദർശനത്തിന് വേണ്ടി സ്തോത്രം. പിന്നെ ഈ നിത്യത്തിലേക്ക് ധാരാളം ആത്മാക്കളെ നേടിയ പുത്തൻ അഭിഷേകത്തിൽ അങ്ങേമനെ നിറച്ചോളു മാറണമേ എന്ന് പ്രാർത്ഥിക്കും. തുടർന്ന് മാറ്റമില്ലാത്ത വചനം അങ്ങേദാസൻ എഴുന്നേൽക്കുമ്പോൾ ക്രൂശിന് മറുൽ മറിഞ്ഞു നിന്ന് ദൈവത്തിന്റെ വചനം ഘോഷിക്കുന്നത് ദേശത്തിലെ ചുറ്റോട് ഭവനത്തിന് ഒരു വിടുതലാട്ടി വ്യാപരിപ്പാൻ വലിയവനായ കർത്താവ് വിടിയാക്കിക്കൊള്ളുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദപരിധിക്കുള്ളിൽ വചനം കേൾക്കുന്ന ജീവിതം അനുഗ്രഹിക്കപ്പെടും ചിലരുടെയെങ്കിലും പേര് ഇന്ന് രാത്രികാലം പുതുതായിട്ട് ജീവന്റെ പുസ്തകം എഴുതപ്പെടുവാൻ പരിശുദ്ധ കർത്താവ് വിടിയാക്കണം. അങ്ങേദാസനെ ശക്തീകരിക്കുമാറണം. ആദ്യ അവസാനം തിരുകരം ഉണ്ടാകുമാറണം എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥനയുടെ നന്ദി രക്ഷയുടെ അൻപുള്ളതായ നാമത്തിൽ ഏറ്റവും എളിമയോട് ചോദിക്കുന്നപ്പാ കേൾക്കുമാറാവണമേ. പ്രത്യേകിച്ച് മുഖവുരകളൊന്നും കൂടാതെ ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്തദാസനെ ക്ഷണിക്കുകയാണ്. സമയത്തിൻ്റെ പരിമിതികൾ ഉള്ളതുകൊണ്ട് മറ്റ് കാര്യങ്ങളൊന്നും ചില ഇൻട്രൊഡക്ഷനായി ചില കാര്യങ്ങളൊക്കെ പറയണമെന്ന് ആഗ്രഹിച്ചതാണ്. പക്ഷേ അതിനൊന്നും നമ്മുടെ മുമ്പിൽ സമയമില്ലാത്തത് കൊണ്ട്
അനുഗ്രഹീത കർത്തദാസൻ റെജി കുമ്പഴ പാസ്റ്ററെ ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ ക്ഷണിക്കുകയാണ്. എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ്. മിഷൻ ജ്യോതി ഗോസ്ബൽ ടീമുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഒത്തിരി കൺവെൻഷൻ വേദികളിലും പരസ്യയോഗ ശുശ്രൂഷകളിലും ഒക്കെ ഒരുമിച്ച് ശുശ്രൂഷിപ്പാൻ ഒത്തിരി പ്രാവശ്യം ദൈവം അവസരം തന്നിട്ടുണ്ട്. ഒരു വേദ അധ്യാപകനാണ്, കൺവെൻഷൻ പ്രാസംഗികനാണ്, കർത്താവിന് വേണ്ടി ധാരാളമായി പ്രയോജനപ്പെടുന്ന കർത്തദാസനാണ്. ഇപ്പോൾ റാന്നിയിൽ താമസിച്ച് കർത്താവിൻ്റെ വേല ചെയ്യുന്നു. തുടർന്ന് സ്തോത്രം കർത്തദാസൻ ദൈവവചനത്തിൽ നിന്ന് നമ്മളോട് ആധികാരികമായി സംസാരിക്കും. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദിവസങ്ങളിലായിരിക്കാം. നമ്മുടെ കരവും ശബ്ദം ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്താം. കർത്താവിൻ്റെ ധന്യ തിരുനാമത്തിന് മഹത്വം. ഈ അനുഗ്രഹീത രാത്രിയിൽ നിങ്ങളോടൊപ്പമായിരിക്കാൻ ദൈവം എനിക്ക് നൽകിയ നല്ല അവസരത്തിനായി കർത്താവിന് നന്ദി പറയുന്നു. ഈ സുവിശേഷ മഹായോഗം ലീഡ് ചെയ്യുന്ന IPC കൊട്ടാരക്കര പ്രയർ പാലസ് സഭയുടെ ശുശ്രൂഷകൻ, സെൻറ്ററിൻ്റെ ചുമതലയിലും സേവനമനുഷ്ഠിക്കുന്ന പ്രിയ സേവർ സാറ്, അതുപോലെ എനിക്ക് മുമ്പായി ഇവിടെ കർത്താവിനെ അറിയുവാൻ ഇടയായ ജീവിതാനുഭവങ്ങളെ പങ്കുവച്ച പ്രിയ കർത്താവദാസൻ ശിഖാവിദൻ അവരുകൾ, ഈ ഭവനത്തിൽ പാർത്ത് കർത്താവിൻ്റെ വേല ചെയ്യുന്ന പ്രിയ രാജൻ തോമസ് മാസ്റ്റർ, ദീർഘവർഷങ്ങൾ കർത്താവിൻ്റെ മഹത്വമുള്ള വേല ചെയ്ത പ്രിയ ജോൺകുട്ടി പാസ്റ്റർ, അതുപോലെ തോമസ് ജോസഫ് പാസ്റ്റർ, KO ബാബു പാസ്റ്റർ, അതുപോലെ ഏറെ ബഹുമാന്യ പ്രിയ കുരുകേശ് മാത്യു സാറ്, മറ്റ് സഹോദരങ്ങൾ, അനുഗ്രഹിക്കപ്പെട്ട ഗാനശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രിയ സഹോദരൻ സജയൻ, അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളി പ്രിയ ജാൻസി സിസ്റ്റർ, ഈ രാത്രിയിൽ ഈ ശുശ്രൂഷയുടെ ഭാഗമായി ഈ അങ്കണത്തിൽ വന്നുചേർന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ധന്യനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനങ്ങളെ ആമുഖമായി അറിയിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം എനിക്ക് ലഭ്യമായതിൽ ഞാൻ ഏറെ സന്തോഷിക്കുന്നു. ഈ രാത്രി ദൈവം നമ്മോട് ഹൃദയമായി സംസാരിക്കട്ടെ. പ്രാരംഭമായി നമ്മൾ പ്രിയ സഹോദരനിലൂടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവം, യേശുക്രിസ്തുവിനെ അറിയുവാൻ വഴിയൊരുക്കിയ ജീവിതാനുഭവങ്ങളെ നമുക്ക് കേൾക്കുവാൻ കർത്താവ് കൃപ നൽകി. തൻ്റെ മിനിസ്ട്രിയും പ്രവർത്തനങ്ങളെ ദൈവം ധാരാളമായി മാനിക്കട്ടെ എന്ന് ഓർപ്പിക്കുന്നു. ഈ രാത്രിയിൽ ഒരുമിച്ച് നമുക്ക് തിരുവചനം ധ്യാനിക്കേണ്ടതിന് ഈ മീറ്റിങ്ങിൽ പ്രിയ സാരനെ വിളിച്ചപ്പോൾ തന്നെ ആ ദിവസങ്ങളിൽ തന്നെ പ്രാർത്ഥിക്കുകയും ദൈവം എന്നോട് എൻ്റെ ഹൃദയത്തിൽ ഉറപ്പ് നൽകിയ, ബോധ്യം നൽകിയ ഒരു തിരുവെഴുത്തിനെ വായിച്ചുകൊണ്ട് ഈ രാത്രി നമുക്ക് ദൈവവചനം ധ്യാനിക്കാം. അതിനാധാരമായിട്ട് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 26-ാമത് വാക്യം. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? അല്ല, തൻ്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറുവില കൊടുക്കും? മതി. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒന്നിച്ച് അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. ഈ രാത്രി അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. ഈ പന്തലിലും ഈ ശബ്ദപരിധിയിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഹൃദയങ്ങളോടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി അടിയനെ ഒരു മാധ്യമമായി ദൈവം ഉപയോഗിക്കണമേ. തിരുനാമത്തെ ഉയർത്തുവാൻ കൃപ നൽകണം. യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ തന്നെ ആമേൻ. ഒരിക്കൽ കൂടെ നമ്മുടെ കരവും ശബ്ദം ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്താം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല തിരുവചനത്തിനായി സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യമാണ് ഇന്ന് രാത്രി നമ്മൾ വായിച്ചത്. ഈ അധ്യായത്തിന് വളരെ പ്രാധാന്യമുള്ള ഒരു ഭാഗമാണ്. ആ വാക്യത്തിൽ 2 ചോദ്യചിഹ്നം ഇട്ടിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇരട്ട ചോദ്യചിഹ്നമിട്ട ഒരു വാക്യമാണ് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 26-ാം വാക്യം. അതെങ്ങനെയാണ്? ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം?
അടുത്ത ചോദ്യം ഇതാണ്, അല്ല തൻ്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറുവില കൊടുക്കും? വളരെ പ്രൗഢഗംഭീരമായ രണ്ട് ചോദ്യങ്ങൾ. ഉലകത്തിലെ ഒരു സമ്പന്നനും ഒരു ജ്ഞാനിക്കും ഒരു പണ്ഡിതനും ഉത്തരം കൊടുക്കാൻ കഴിയാത്ത നിലയിലുള്ള ഏറ്റവും ശ്രേഷ്ഠമായ രണ്ട് ചോദ്യങ്ങളെ ഇണക്കിക്കൊണ്ടാണ് ആ വാക്യം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ള വസ്തുത എന്ന് പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തു തൻ്റെ സ്വന്തം രക്തത്താൽ നേടിയ ദൈവസഭയെക്കുറിച്ചുള്ള പ്രഥമമായ പ്രഖ്യാപനം നടത്തുന്നത് ഈ അധ്യായത്തിലാണ്. അതിൻ്റെ 13-ാം വാക്യമൊക്കെ നമ്മൾ 18-ാം വാക്യം വായിക്കുന്നുണ്ട്. 13 മുതൽ താഴേക്കുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നതാണ്. പത്രോസ് പറയാണ്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ഈ പ്രസ്താവന നടത്തുന്ന ആ സ്ഥലത്തെ പറ്റി 13-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. യേശു ഫിലിപ്പിന്റെ കൈസരുടെ പ്രദേശത്ത് എത്തിയ ശേഷം തൻ്റെ ശിഷ്യന്മാരോട്, ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു? അവർ വിവിധ നിലകളിൽ മറുപടി പറയുന്നുണ്ട്. അനന്തരമായി കർത്താവ് പത്രോസിനോട് ചോദിക്കും. പത്രോസ് പറയാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞു. യേശുവിന് മറുപടി, ബിരയോനാ ശിമോനെ, നീ ഭാഗ്യവാൻ. എന്താ ഭാഗ്യവാന്റെ അർത്ഥം? യേശു ക്രിസ്തു ആര് എന്ന് ബോധ്യപ്പെടാൻ കഴിഞ്ഞ, അല്ലെങ്കിൽ ഹൃദയത്തിൽ വെളിപ്പെട്ട് കിട്ടിയ ഒരാളാണ് ഉലകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ. പ്രൈസ് ദി ലോർഡ്. പത്രോസിന് മറുപടി, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. യേശുനാഥന്റെ മറുപടി ഇങ്ങനെയാണ്, ബിരയോനാ ശിമോനെ, നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. ഇന്ന് രാത്രി വചനം നമ്മൾ ഒരുമിച്ച് ദേശത്ത് സംസാരിക്കുമ്പോൾ ഒരുപക്ഷേ ഈ അങ്കണത്തിൽ വന്നിരിക്കുന്നവരുടെ ഹൃദയങ്ങളിലും അകലങ്ങളിൽ നിന്നുകൊണ്ട് ശബ്ദം കേൾക്കുന്നവരുടെ ഹൃദയങ്ങളിലും പിതാവ് ആകർഷിക്കേണ്ടതിന് നാം ഒരുമിച്ച് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണം. ഇത്രയും സംവിധാനത്തിന്റെ അകമ്പടിയിൽ ഇവിടെ സുവിശേഷത്തെ യേശുക്രിസ്തുവിനെ ഉയർത്തുമ്പോൾ ഒരു റിസൾട്ട് നമുക്ക് വേണം. അത് ഭൗതികമല്ല, ചിലരുടെ പേരുകൂടെ ജീവന്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കപ്പെടണം. ഇന്ന് രാത്രി ചിലരുടെ കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കണം. ചിലരുടെ കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിക്കേണ്ടതിന് ദൈവം ഇടപെടേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. ആ ഫിലിപ്പിന്റെ കൈസരിക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഒരു കാലങ്ങളിൽ നിരവധി ചരിത്ര ഭാഗങ്ങൾ ഉണ്ടെങ്കിലും ഞാൻ അതിന്റെ പിന്നാമ്പറങ്ങളിലേക്ക് ഇറങ്ങാൻ താല്പര്യപ്പെടുന്നത് സമയത്തിന്റെ പരിധിക്കുള്ളിൽ എൻ്റെ വാക്കുകൾ എനിക്ക് നിർത്തേണ്ടത് ആവശ്യമാണല്ലോ. സ്തോത്രം. ഫിലിപ്പിന്റെ കൈസരി എന്നറിയപ്പെടുന്ന ഈ സ്ഥലത്തിന് രണ്ട് വിധമായ ചരിത്രങ്ങൾ ഉണ്ട്. ഒരു കാലത്ത് ബാലിന്റെ ആരാധന ഉയർന്നുനിന്ന, ബാൽ ക്ഷേത്രങ്ങൾ ഉയർന്നുനിന്ന, ബാലിന്റെ മന്ത്രോച്ചാരണങ്ങൾ ഉയർന്നു നിന്ന ഈ മണ്ണ്. പിന്നീട് കാലങ്ങളേറെ കഴിയുമ്പോൾ റോമാക്കാരുടെ ഭരണം വരുമ്പോൾ അവരതിനെ വെട്ടിപ്പിടിച്ച ശേഷം അവർ അവരുടെ പ്രകൃതി ദേവനായ പാൻ ദേവന്റെ പേരിൽ ഈ പട്ടണത്തിന് നാമകരണം ചെയ്തു. പാനയാസ് എന്ന പേരിൽ ആ പട്ടണത്തെ പിന്നീട് അറിയപ്പെട്ടു. പിന്നീട് കാലഘട്ടം ഏറെ കഴിയുമ്പോൾ ഇത് ഫിലിപ്പ് രാജാവ് പിടിച്ചെടുക്കുകയും തൻ്റെ പേരിനോട് ചേർത്ത് ഫിലിപ്പിയ കേസരിയ എന്ന പേരിൽ ഈ പട്ടണത്തെ അറിയപ്പെട്ടു. അങ്ങനെ പറഞ്ഞ് ഞാൻ ചരിത്രം അങ്ങ് ഉപസംഹരിക്കുകയാണ്. ഈ സ്ഥലത്ത് വെച്ചാണ് കർത്താവ് പറയുന്നത്, ഞാൻ എൻ്റെ സഭയെ പണിയും. ഒരു വലിയ മർമ്മം അതിനകത്തുണ്ട്. ഒരു സാധ്യതയില്ലാത്ത മേഖല. ഒരു കാലത്ത് ബാലിന്റെ ആരാധന മാത്രം ഉയർന്നു നിന്ന മണ്ണ്, പാൻദേവന്റെ ആരാധനകൾ ഉയർന്നു നിന്ന മണ്ണ്, ഫിലിപ്പിനെ ആരാധിച്ച, കൈസരെ ആരാധിച്ച, കൈസർ നമ്മുടെ കർത്താവ് എന്ന് പറഞ്ഞ് ആരാധിച്ച ഈ മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ട് എന്റെ കർത്താവ് പത്രോസിനോട് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ഒരു കാലത്ത് ഉയർന്ന ഉത്കൃഷ്ട ശൃംഖങ്ങളായിരുന്ന ബാലിന്റെ ഗോപുരങ്ങളും പാൻദേവന്റെ ആരാധനാലയങ്ങളും കൈസരുടെ ആരാധനാലയങ്ങളൊക്കെ അതിനെല്ലാം തച്ചുടച്ചുകൊണ്ട് ദൈവസഭ കരുത്തോടെ ആ മണ്ണിൽ ഉയരും വളരുമെന്ന പ്രഥമമായ പ്രഖ്യാപനം കർത്താവ് നടത്തുകയാണ്. ഞാനതിൻ്റെ ആഴങ്ങൾ പഠിച്ചപ്പോൾ എന്തിനാണ് കർത്താവ് അവിടെ വെച്ച് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയതെന്ന് ചോദിച്ചാൽ, ഇന്ന് രാത്രി കർത്താവിനെ അറിയുന്ന എനിക്കും നിങ്ങൾക്കും അതിലൊരു വലിയ ദൂത് കിടപ്പുണ്ട്.
ഒരു സാധ്യതയും ഇല്ല എന്ന് ലോകം പറയുന്നിടത്ത്, അത് നടക്കയില്ലെന്ന് ലോകം പറയുന്ന ഇടത്ത് എന്റെ കർത്താവ് പറയുന്നു, എനിക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. ഇന്ന് രാത്രി അങ്കണത്തിൽ വന്നിരിക്കുന്നവരോട് ഒരാത്മീയ ദൂതി ഞാൻ കൈമാറാം. ജീവിതത്തിന്റെ ഏതെങ്കിലും പ്രതിസന്ധിയുടെ നടുവിൽ ഇത് അസാധ്യമെന്ന് നിന്റെ ഹൃദയം നിന്നോട് സംസാരിക്കുമ്പോഴും ഇന്ന് രാത്രി സുവിശേഷത്തെ ഉയർത്തി ഞാൻ വിളിച്ചു പറയുന്നു, ആ പ്രതിസന്ധിയുടെ മണ്ണിൽ അത് സാധ്യമാക്കി തരുന്ന ഒരുവൻ ഈ രാത്രി നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. അതേത് വിഷയങ്ങളിലാണെങ്കിലും അത് സാധ്യമാക്കി തരുവാൻ യേശു വിശ്വസ്തനാണ്. പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ആ വെളിപ്പാട് പത്രോസിന്റെ അകത്തെ കർത്താവ് കൊടുക്കുകയാണ്. ദൈവസഭയുടെ ഒന്നാമത്തെ പ്രഥമമായ പ്രഖ്യാപനം അതാ 18-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്. ഇനി അതിന്റെ 21-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്, അന്നു മുതൽ യേശു താൻ യെരൂശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടതെന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. കർത്താവിന്റെ കഷ്ടാനുഭവവും ക്രൂശ് മരണവും അടക്കവും ഉയർപ്പും പ്രഖ്യാപിക്കുന്നു. ഇനി 3 നമ്മൾ വായിച്ച് 27-ാം വാക്യത്തിലേക്ക് കാണുന്നു. ഇങ്ങനെയാണ്, മനുഷ്യപുത്രൻ തന്റെ പിതാവിന്റെ മഹത്വത്തിൽ തന്റെ ദൂതന്മാരുമായി വരും. അപ്പോൾ അവൻ ഓരോരുത്തനും അവന്റെ പ്രവർത്തികൾ തക്കവണ്ണം പകരം നൽകും. കർത്താവിന്റെ പുനരാഗമനത്തിന്റെയും പ്രഖ്യാപനം ഈ അധ്യായത്തിൽ നടത്തുകയാണ്. വളരെ ദീർഘദിവസങ്ങൾ തുടർമാനമായി പ്രസംഗിക്കുന്ന ഒരു ഭാഗമാണിത്, പഠിപ്പിക്കുന്ന ഭാഗമാണിത്. ഈ അധ്യായത്തിൽ 1 ക്രിസ്തു സഭയുടെ പ്രഥമമായ പ്രഖ്യാപനം, കർത്താവിന്റെ കഷ്ടാനുഭവങ്ങൾ, ക്രൂശുമരണം, അടക്കം, ഉയർപ്പ്, കർത്താവിന്റെ പുനരാഗമനം, ഇങ്ങനെ ക്രൈസ്തവ സഭയുടെ പ്രത്യാശയുടെ കേന്ദ്രമായിരിക്കുന്ന എല്ലാ വിഷയങ്ങളെയും സമന്വയിപ്പിച്ചിരിക്കുന്ന ഒരു അധ്യായമാണ് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. സ്തോത്രം. ഇത് വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണം. സ്തോത്രം. എന്നാൽ സഭയുടെ പ്രഖ്യാപനം നടത്തി കർത്താവിന്റെ ക്രൂശുമരണം, അടക്കം, ഉയർപ്പ് ഇതെല്ലാം പറഞ്ഞതിനിടയിൽ സംസാരിക്കുന്ന ഒരു ഭാഗത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തന്റെ പ്രാണനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം? അല്ല, തന്റെ പ്രാണനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറുവില കൊടുക്കും? വളരെ പ്രൗഢഗംഭീരമായൊരു ചോദ്യമാണിത്. ആദി മനുഷ്യനായ ആദം ചെയ്ത പാപനിമിത്തം സകല മാനവ കൊല്ലവും പാപത്തിന്റെ അടിമയായി. നിത്യ ആയുസിനാൽ ഭൂമിയെ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ഭൂമിയെ അടക്കി വാഴുവാനാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. ഡൊമീനിയൻ എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ അർത്ഥം എത്ര വർഷം എന്നല്ല, നിത്യമായി വാഴുവാൻ ആക്കി വെച്ച മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവത്തിന്റെ അശ്രേഷ്ഠമായ നിത്യമായ അനുഭവത്തിൽ നിന്ന് മനുഷ്യൻ താഴേക്ക് പോയി, മരണത്തിലേക്ക് മനുഷ്യൻ വീണു. പാപത്താൽ മരണം ഭൂമിയിലേക്ക് കടന്നു എന്ന് നമ്മൾ തിരുവെഴുത്തിൽ പഠിക്കുകയാണ്. അപ്പോൾ ഏദനിൽ നിന്ന് നിത്യമായി വാഴാനാക്കി വെച്ച മനുഷ്യൻ ആ വാഴ്ചയിൽ നിന്ന് പാപനിമിത്തം തള്ളപ്പെട്ടു. മരണത്തിന് മനുഷ്യൻ വിധേയനായപ്പോൾ പിന്നീട് ഇങ്ങോട്ടുള്ള മാനവ കുലമെല്ലാം മരണത്തിലേക്ക് വരികയാണ്. ദൈവം കൊടുത്ത ആയുസ്സിന്റെ പരിധിയിൽ മടങ്ങി വരാൻ കൊടുത്ത സമയത്തൊന്നും മനുഷ്യൻ മടങ്ങി വരാതെ വീണ്ടും വീണ്ടും പാപത്തോട് പാപം കൂട്ടി മനുഷ്യൻ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ മനുഷ്യൻ രക്ഷിപ്പാൻ ഉന്നതത്തിൽ നിന്ന് ഈ ഊഴിലേക്ക് ഇറങ്ങി വന്ന ഏകരക്ഷാ നായകനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജഡാവതാരത്തിന്റെ പ്രഖ്യാപനമാണ് സുവിശേഷത്തിന്റെ പ്രഖ്യാപനം. പ്രൈസ് ദി ലോർഡ്. അത് വിളിച്ചോതുന്നതിൽ ഞാൻ ഏറെ അഭിമാനിക്കുന്നു. ഈ രാത്രി നമുക്ക് ഒരുമിച്ച് ആ സുവിശേഷത്തെ ദേശത്ത് ഉയർത്തി ഇങ്ങനെ ദേശത്തോട് പ്രാരംഭമായി നമുക്ക് വിളംബരം ചെയ്യാം. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. യേശു ക്രിസ്തുവിന്റെ നാമം മാത്രമാണ്. പാപത്താൽ വീണുപോയ മനുഷ്യനെ വീണ്ടെടുക്കുന്ന ദൈവപദ്ധതിയുടെ പ്രഖ്യാപനമാണ് വിശുദ്ധ ബൈബിളിന്റെ സംക്ഷിപ്ത രൂപം എന്ന് പറയുന്നത്. ഇങ്ങനെ ദൈവത്തിന് അകന്നുപോയ മനുഷ്യൻ, ആ മാനവ ജനതയുടെ നിലവിളിയാണ് റോമാലേഖനം 7:24 അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ എഴുതി ചേർത്തു: അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും. ഇത് പൗലോസിന്റെ വാക്കുകൾ മാത്രമല്ല, മുഴു ലോകത്തിന്റെയും മാനവ ജനതയുടെ ദിഗന്ധങ്ങൾ മുഴങ്ങുന്ന നിലവിളിയാണിത്. ആരാണ് ഞങ്ങളെ രക്ഷിക്കുന്നത്? ഈ മരണത്തിൽ നിന്ന് ഞങ്ങളെ ആരാണ് രക്ഷിക്കുന്നത്?
ആ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യൻ ആ കാലം മുതൽ അന്വേഷിക്കുകയാണ്. എന്നാൽ ഏദനിൽ പാപത്താൽ പുറത്താക്കപ്പെട്ട മനുഷ്യനെ രക്ഷയുടെ വഴി ഉൽപ്പത്തി പുസ്തകത്തിലെ തമ്പുരാൻ ഒരുക്കി വെച്ചു. അതാണ് ഉൽപ്പത്തി 3:15. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. പ്രൈസ് ദി ലോർഡ്. ആ പ്രഖ്യാപനം വീണ സമയം മുതൽ ദൈവത്തിന്റെ പദ്ധതികൾക്കെതിരെ ഇരുട്ടിന്റെ ശക്തികൾ, അന്ധകാര മണ്ഡലങ്ങൾ ശക്തിയോടെ ആഞ്ഞടിച്ചെങ്കിലും ദൈവ പദ്ധതികളെ തച്ചുടയ്ക്കുവാൻ അന്നും ഇന്നും ഒരു ശക്തികൾക്കും കഴിഞ്ഞിട്ടില്ല. ആ കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. സ്ത്രീയുടെ സന്തതി എന്ന പ്രഖ്യാപനം വരുമ്പോൾ തന്നെ ഈ ഭൂമിയിൽ പിറന്നു വീണ സ്ത്രീയുടെ ആദ്യത്തെ തലമുറകളെ പിശാച് തകർത്തെറിഞ്ഞു. ഒരുവനെ കുലപാതകനാക്കി മറ്റൊരുത്തനെ ഭൂമിയിൽ നീക്കിക്കളഞ്ഞു. അങ്ങനെ സ്ത്രീയുടെ പരമ്പര, സന്തതിയുടെ പരമ്പരയെ നീക്കിക്കളഞ്ഞെങ്കിലും സർവജ്ഞനായ ദൈവത്തിന്റെ പദ്ധതി അതിനെ തച്ചുടയ്ക്കുവാൻ ഒരു ശക്തികൾക്കും കഴിയത്തില്ല. ദൈവം ഒരു ശേത്തിനെ എഴുന്നേൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. അവനിലൂടെ ഒരു തലമുറ മുൻപോട്ട് വരികയാണ്. ഇങ്ങനെ വന്ന് 10ാം തലമുറ നോഹയിലൂടെ അടുത്ത 3 പേര് ശേം, ഹാം, യാഫേത്ത്. അവരെ 3 പേരെ ശേമര്, ഹാമ്യര്, യാഫേത്തര്. ഈ ശേമരിലൂടെയാണ് വിശുദ്ധ വംശം, ക്രിസ്തുവിന് വരേണ്ടിയ വിശുദ്ധ വംശത്തിന്റെ റൂട്ട് വിശുദ്ധ തിരുവെടുത്ത് നമ്മൾ രേഖപ്പെടുത്തി കാണുന്നത്. ആ വംശത്തെയും മലിനപ്പെടുത്തുവാൻ, വിശുദ്ധി നഷ്ടപ്പെടുത്തുവാൻ ആവോളം പിശാച് പരിശ്രമിക്കുന്നെങ്കിലും തകർക്കുവാൻ കഴിഞ്ഞില്ല. ദൈവത്തിന്റെ പദ്ധതികൾ ആത്യന്തികമായി ജയിച്ചു കൊണ്ടിരുന്നു. ഉൽപ്പത്തി പുസ്തകത്തിലെ ആ പ്രസ്താവന, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കുമെന്നുള്ള ആ വലിയ വാഗ്ദത്തം ഗലാത്യലേഖനം 4:4 നമ്മൾ കാണുന്നു. എന്നാൽ കാല സമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചത്. ന്യായപ്രമാണത്തിന് കീഴിൽ നമ്മെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. അപ്പോൾ ഏദനിൽ മനുഷ്യനുണ്ടായിരുന്നത് പുത്രത്വമായിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 3:38 നമ്മൾ വായിക്കുന്നുണ്ട്. ആ വംശാവലി പറഞ്ഞ് തിരികെ പറഞ്ഞു വന്നിട്ട് പറയാണ്, ആദം ദൈവത്തിന്റെ മകൻ എന്ന് പറഞ്ഞാണ് നിർത്തുന്നത്. പാപം നിമിത്തം നഷ്ടപ്പെട്ടത് പുത്രത്വമാണ്. ആ പുത്രത്വം നമുക്ക് തിരിച്ചു നൽകുവാൻ വേണ്ടിയാണ് പ്രിയപുത്രനായ കർത്താവായ യേശു ക്രിസ്തു ഈ മണ്ണിലേക്ക് ദൈവത്വം മുറുകെ പിടിച്ചു കൊള്ളണം വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ദാസരൂപമെടുത്തി മണ്ണിൽ വന്നത് നമ്മളെ പുത്രരാക്കുവാൻ വേണ്ടിയാണ്. ആ പുത്രത്വം നമുക്ക് ലഭിക്കും. അതിന്റെ നിവൃത്തിയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരും. ആ അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുവാൻ ആത്യന്തികമായി വീണുപോയ പാപത്തിൽ നമ്മളെ വീണ്ടെടുക്കണമെന്നാണ് ദൈവത്തിന്റെ പദ്ധതി. അതിനെന്ത് ചെയ്തു? പാപത്തിന്റെ ശമ്പളം മരണമെന്ന് വിധിച്ചത് ദൈവമാണ്. ആ ദൈവത്തിന്റെ നീതിയെ വെളിപ്പെടുത്തുകയും വേണം, ദൈവത്തിന്റെ സ്നേഹത്തെയും വെളിപ്പെടുത്തണം. ഇത് രണ്ടും ഒരുമിച്ച് സമന്വയിക്കണം. ദൈവനീതി വെളിപ്പെടണം, അപ്പോൾ തന്നെ ദൈവത്തിന്റെ സ്നേഹവും വെളിപ്പെടണം. ഇത് രണ്ടും ഒരുപോലെ സമന്വയിച്ച ഇടമാണ് കാൽവറി ക്രൂശ്. ദൈവനീതിയുടെ നിവൃത്തിയാണ് കാണുന്നത്. ഒരു ഭാഗത്ത് ദൈവ സ്നേഹം വിളംബരം ചെയ്യുന്നു. പാപത്തിന് ശമ്പളം മരണമെന്ന് വിധിച്ച ദൈവം ഇതാ മുഴു ലോകത്തിന്റെയും പാപത്തെ ക്രിസ്തുവിന്മേൽ ചുമത്തിയിട്ട് അവനൊരു അകൃത്യയാഗമായി തീരുകയാണ്. അവിടെ മറുഭാഗത്ത് പാപത്താൽ മരണത്തിന് വിധിക്കപ്പെട്ട മാനവ ജനതയോട് ദൈവം സ്നേഹത്തിൽ പ്രഖ്യാപിക്കുന്നു, നിങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം വന്നിരിക്കുന്നു, സമാധാനത്തോടെ പോയിക്കൊള്ളുക. ആ വിശ്വാസത്താലുള്ള നീതീകരണം ഏറ്റെടുത്ത ദൈവമക്കളാണ് ഭയങ്ങളില്ലാതെ, ആശങ്കകളില്ലാതെ കർത്താവിനെ, ലജ്ജയില്ലാതെ കർത്താവിനെ ആരാധിക്കുന്നത്. ക്രൂശിലൂടെ അവൻ എന്നെ നീതീകരിച്ചു, എന്നെ വിശുദ്ധീകരിച്ചു എന്ന് പൂർണ്ണമായി ഉറപ്പുള്ളവർ അടങ്ങിയിരിക്കരുത്. അധരങ്ങളെ ചലിപ്പിച്ചുകൊണ്ട് ആത്മാവി ദൈവത്തെ സ്തുതിച്ചാട്ടെ. വിശ്വാസത്താൽ അത്രേ ഞാൻ നീതീകരിക്കപ്പെട്ടത്. സ്തോത്രം. നമുക്ക് കൊടുക്കാൻ ഒന്നുമില്ല, മറുപടി എന്ത് കൊടുക്കും മനുഷ്യന് വേണ്ടി? ആ ചോദ്യമാണ് നമ്മുടെ വാക്യം. അങ്ങനെ വീണുപോയ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ദൈവമൊരുക്കിയ രക്ഷയുടെ പദ്ധതിയാണ് ഈ പുസ്തകത്തിന്റെ ഓരോ 66 പുസ്തകത്തിലെയും സംക്ഷിപ്ത രൂപം എന്ന് പറയുന്നത് നമ്മുടെ വീണ്ടെടുപ്പാണ്. വീണുപോയ മനുഷ്യനെ വീണ്ടെടുത്ത് അവൻ പണ്ടായിരുന്ന നിത്യമായ അനുഭവത്തിലേക്ക് അവനെ എത്തിക്കുമ്പോൾ ഈ പുസ്തകത്തിന്റെ പ്രവചനങ്ങളെല്ലാം നിവൃത്തിയാകും. അന്ന് ഭക്തന്മാർ ആത്മാവിൽ കണ്ടു പാടിയ പാട്ടുതാ, കാലമെല്ലാം കഴിയും, ഇന്ന് കാൺമതെല്ലാം മറയും, പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. പ്രൈസ്. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുവരും. പാപത്താൽ നഷ്ടപ്പെട്ടു പോയ ദൈവ തേജസ്സും സാദൃശ്യവും സ്വരൂപമൊക്കെ
നമുക്ക് തിരികെ വേണമെങ്കിൽ പാപത്തിൽ നിന്ന് ആദ്യം നമ്മെ വീണ്ടെടുക്കണം. അങ്ങനെ വീണ്ടെടുക്കുവാൻ, പാപത്തിന് ശമ്പളമായ മരണം വരിക്കുവാൻ മഹാദൈവത്തിന്റെ മടിത്തട്ടിൽ നിന്ന് മണ്ണിലേക്ക് ഇറങ്ങി വന്ന ഏകരക്ഷാനായകൻ യേശു ക്രിസ്തു മാത്രമാണ്. ഇങ്ങനെ മാനവലോകം പാപത്തിൽ വീണ് കിടക്കുമ്പോൾ മനുഷ്യന്റെ മുമ്പിൽ മാതൃകയായി നിന്നുകൊണ്ട് ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, ഒരു മനുഷ്യൻ സമൂഹത്തോട് എങ്ങനെ ആയിരിക്കണം, അവന്റെ ബന്ധങ്ങൾ, അവന്റെ ഇടപാടുകൾ, കുടുംബത്തിൽ എങ്ങനെ ആയിരിക്കണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നന്നായി പഠിച്ച് മനുഷ്യന് ഒരു മാതൃകാ പുരുഷൻ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ മനുഷ്യന്റെ ജീവിതത്തിന് മാറ്റം വരുമെന്ന് ത്വാത്വിക ലോകം ഒരു കാലത്ത് അഭിപ്രായപ്പെട്ടു. തത്വജ്ഞാനികളുടെ തറവാടായ ഗ്രീസിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ തുടങ്ങിയ അധികായന്മാർ പറഞ്ഞു, ഒരു മനുഷ്യന് മുമ്പിൽ ഒരു മാതൃകാ പുരുഷൻ ഉണ്ടെങ്കിൽ മനുഷ്യന്റെ ജീവിതം ക്രമപ്പെടും. അങ്ങനെ ആവശ്യമായിരിക്കുന്നത് ജ്ഞാനമാണ്. അവർ പടുത്തുയർത്തിയ പഠനശാലകളിൽ ആളുകളെ ചേർത്ത് അറിവ് പകർന്നു കൊടുത്ത്, ജ്ഞാനം പകർന്നു കൊടുത്ത്, അറിവിന്റെ നിറകുടങ്ങളാക്കി മനുഷ്യനെ അവർ നിർത്തിയിട്ട് അവർ പറഞ്ഞു, ഇതാണ് മാതൃകയുള്ള മനുഷ്യൻ, എല്ലാ കാര്യങ്ങളിലും ഉത്തരം പറയാൻ കഴിയുന്ന മാതൃകയുള്ള തികവുള്ള മനുഷ്യൻ എന്ന് പറയുമ്പോൾ കാലമേറെ കഴിയും മുമ്പ് ഈ മനുഷ്യൻ മരണത്തിന് വിധേയനായി ഈ മണ്ണിൽ നിന്ന് മാറുകയാണ്. ഇങ്ങനെ ഒന്നും രണ്ടും ആളുകൾ മാറി മാറിപ്പോയപ്പോൾ പണ്ഡിത ലോകം ഒന്നിച്ചു കൂടിയിട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അവർ പറഞ്ഞു, ഈ മണ്ണിൽ പിറവിയെടുക്കുന്ന സകല മനുഷ്യരും പാപമയമുള്ളവരാണ്. ആ മനുഷ്യനിൽ മരണമുണ്ട്. അതുകൊണ്ട് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണമെങ്കിൽ മണ്ണിൽ ജനിച്ചു വന്ന ഒരാളല്ല, ഈ മലീമസമായ മണ്ണിനും മാനവ പ്രകൃതിക്കും അതീതമായി മറ്റൊരു മണ്ഡലത്തിൽ നിന്ന് ഒരുവൻ ഇവിടെ വന്നെങ്കിൽ മാത്രമേ ഇതിന് ഉത്തരമുള്ളൂ എന്ന് പറഞ്ഞ് ത്വാത്വിക ലോകം അവരുടെ പേനകൾ താഴെ വെക്കുമ്പോൾ എൻ്റെ യേശുനാഥൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റിനെ ഒത്തിരി അഭിമാനം കൊള്ളിക്കുന്നു. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മലീമസമായ മണ്ണിനും മാനവ പ്രകൃതിക്കും അതീതമായി മറ്റൊരു മണ്ഡലത്തിൽ നിന്ന് മാനവ ജനതയെ ഉദ്ധരിക്കുവാൻ ഇറങ്ങി വന്ന ഏകരക്ഷകൻ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. സ്തോത്രം. ആ കർത്താവ് ഈ മണ്ണിലേക്ക് വരികയാണ്. മരണം വരിക്കുവാൻ വേണ്ടിയാണ് കർത്താവ് ജഡം സ്വീകരിച്ചത്. താൻ ദൈവത്വത്തിൽ ഇവിടെ വന്നാൽ ഒരിക്കലും മരിക്കാൻ കഴിയും. അതുകൊണ്ട് പലരും യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ പലരും അംഗീകരിക്കാത്തതിന് കാരണം മരിച്ചുപോയി. ദൈവത്തെ കൊല്ലുവാൻ ആർക്കും കഴിയത്തില്ല. അതുകൊണ്ട് യേശു മരിച്ചുകൊണ്ട് യേശു ദൈവമല്ല എന്ന് പറയുന്നത്. പക്ഷെങ്കിൽ യേശു മരിക്കുവാൻ വേണ്ടിയാണ് വന്നത്, മരിക്കുവാൻ വേണ്ടിയാണ് ജഡം സ്വീകരിച്ചത്. സ്തോത്രം. ദൈവത്വത്തിൽ വന്നാൽ ഒരിക്കലും മരിക്കാൻ കഴിയില്ല. എന്നാൽ ജഡത്തിൽ വന്നത് പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി ഈ മണ്ണിലേക്ക് താൻ ഇറങ്ങി വന്നത് നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ, പാപത്തിന് ശമ്പളം മരണമെന്ന ദൈവത്തിന്റെ വിധിയെ നിവർത്തിക്കുവാൻ ഉന്നതത്തിൽ ഇറങ്ങി വന്ന ഏക വീണ്ടെടുപ്പുകാരൻ, ഏകരക്ഷാനായകൻ യേശു ക്രിസ്തു മാത്രമാണ്. അങ്ങനെ കർത്താവ് ഈ മണ്ണിലേക്ക് ഇറങ്ങി വന്നു. അങ്ങനെ ഇറങ്ങി വരാൻ ജഡത്തിൽ തനിക്ക് മണ്ണിലേക്ക് വരുവാൻ ഒരു വിശുദ്ധ വംശത്തിന്റെ ആവശ്യകതയുണ്ട്. അതിന് ദൈവം ഒരുക്കിയ ആ വിശുദ്ധ വംശത്തിന്റെ റൂട്ട് നമ്മൾ കാണുന്നു. നോഹയിലൂടെ വന്നു, ഷേമിലൂടെ വന്നു, അത് അബ്രഹാമിലൂടെ വന്നു. ഇങ്ങനെ ആ പരമ്പര ദാവീദിലൂടെ വന്നിട്ട് യാക്കോബിൽ വന്നിട്ട് യഹൂദ ഗോത്രത്തിൽ വന്നിട്ട് ആ ഗോത്രത്തിൽ നമ്മുടെ കർത്താവായ യേശു മനുഷ്യനായി ഈ മണ്ണിലേക്ക് പിറവിയെടുക്കുകയാണ്. മാനവ ജനതയുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടി ആ കർത്താവ് ഈ മണ്ണിലേക്ക് വന്ന് പാപമൊഴികെ സകലത്തിൽ നമുക്ക് തുല്യനായി ഈ മണ്ണിൽ പിറന്ന് ജീവിച്ച് 30 വയസ്സ് വരെ മാതാപിതാക്കന്മാർക്ക് കീഴടങ്ങി നസറേത്തിൽ പാർത്ത് 30-ാം വയസ്സിൽ ഐനോനിൽ യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേറ്റ് 3.5 വർഷത്തെ ശുശ്രൂഷ മരുഭൂമിയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്ത മഹത്വകരമായ ശുശ്രൂഷ. യെശയ്യാ പ്രവാചകൻ അക്കമിട്ട് നിരത്തിയ ശുശ്രൂഷകളെല്ലാം അക്കമിട്ട് നിറവേർത്തിക്കൊണ്ട് മുൻപോട്ട് പോകുന്ന കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ കാലങ്ങളിൽ ഇതാ ശിഷ്യന്മാരെ ചേർത്ത് നിർത്തി തന്റെ ക്രൂശ് മരണത്തിന് ശേഷം അവരെങ്ങനെ മുൻപോട്ട് പോകണം, അവരെങ്ങനെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ ജനത്തെ പഠിപ്പിക്കണം എന്ന കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി പഠിപ്പിക്കുന്ന വേളയിൽ അരുമശിഷ്യനായി പത്രോസിനെ ചേർത്ത് നിർത്തി, ശിഷ്യഗണത്തെ ചേർത്ത് നിർത്തി സഭയെക്കുറിച്ചുള്ള പ്രഥമമായ പ്രഖ്യാപനം നടത്തുന്ന ഒരു ഭാഗമാണ് ഇന്ന് രാത്രി നമ്മൾ വായിച്ചത്. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ഇങ്ങനെ കർത്താവിൻ്റെ സഭയുടെ പ്രഥമ പ്രഖ്യാപനം, കർത്താവിൻ്റെ ക്രൂശ് മരണത്തെ പറ്റിയൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുകയാണ്,
ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ പ്രാണനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം? ലിയോ ടോൾസ്റ്റോയുടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ബുക്കുണ്ട്, നല്ല ചിന്തകൾ അടങ്ങിയ ഒരു ബുക്കുണ്ട്. അതിനകത്ത് ഒരു മനുഷ്യനെ പറ്റി പറയും. ധനികനായ ഒരു മനുഷ്യൻ, പഹോ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തോട് രാജാവ് ഇങ്ങനെ വിളംബരം ചെയ്തു, പഹോ, ഈ സൂര്യൻ ഉദിക്കുന്ന ഈ പ്രഭാതത്തിൽ നിങ്ങൾ നടന്നു തുടങ്ങണം. അസ്തമിക്കുന്ന സമയത്ത് നിങ്ങൾ തിരിച്ച് ഈ പോയിന്റിൽ എത്തണം. ഇത്രയും സമയം കൊണ്ട് നിങ്ങൾ എത്ര ചുറ്റളവിൽ സഞ്ചരിക്കുമോ ആ സ്ഥലങ്ങളെല്ലാം നിങ്ങളുടെ സ്വന്തമായിരിക്കുമെന്ന് രാജാവ് ഒരു വിളംബരം ചെയ്തു. അത്യാഗ്രഹിയായ പഹവും ചെയ്ത കാര്യം, ആ സമയത്ത് ആ കൃത്യ പോയിന്റിൽ വന്നു. സൂര്യൻ ഉദിച്ചു തുടങ്ങിയപ്പോൾ അദ്ദേഹം നടക്കാൻ തുടങ്ങി. ഹൃദയത്തിൽ ആഗ്രഹം കൂടി. നടന്നാൽ അധിക ദൂരം കിട്ടത്തില്ല. ഓടാൻ തുടങ്ങി. വളരെ വേഗം ഓടി 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 സൂര്യൻ അസ്തമിക്കുമ്പോഴേക്കും അദ്ദേഹം ഓടി തളർന്ന് വിവശനായി അവിടേക്ക് വരുമ്പോൾ ശരീരം ആകെ തളർന്ന് ചുമച്ച് ചോര തുപ്പി ആ ഫിനിഷിംഗ് പോയിന്റിലേക്ക് പഹോം വീണ് മരിക്കുമ്പോൾ ചരിത്രം ഇങ്ങനെ രേഖപ്പെടുത്തി. പഹോമിന്റെ അനുചരന്മാരെ ആളുകൾ അവിടെ തന്നെ ഒരു കുഴിമാടം വെട്ടി അദ്ദേഹത്തെ അവിടെ മറവ് ചെയ്തു. വെട്ടിപ്പിടിക്കാൻ ഓടിയ ഓട്ടം വളരെ ദൂരമുണ്ടായിരുന്നു, വലിയ വിസ്തീർണമുണ്ടായിരുന്നു. പക്ഷെങ്കിൽ അത്രയും നേടിയെടുത്തിട്ടും തനിക്ക് ലഭ്യമായത് 6 അടി മണ്ണ് മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു മനുഷ്യന് എത്ര മണ്ണ് വേണമെന്നാണ് എൻ്റെ ചോദ്യം. ഹൗ മച്ച് ലാൻഡ് ഡസ് മാൻ നീഡ്? ഒരു മനുഷ്യന് എത്ര ഭൂമി? കരങ്ങളുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാൽ. ഭൂമിയുള്ളതും വീടുള്ളതും തെറ്റല്ല കേട്ടോ, വേണം നമുക്ക്. പക്ഷേ ഈ എല്ലാം നേടുന്നതിനിടയിൽ നമ്മുടെ പ്രാണനെ നഷ്ടമാക്കരുത്. ഈ രാത്രി പറയണം, ഈ യോഗം പിരിഞ്ഞ് വീട്ടിൽ ചെല്ലും മുമ്പ് ഈ ശരീരത്തിൽ നിന്റെ പ്രാണൻ വേർപെട്ടാൽ ഞാൻ എൻ്റെ പ്രിയന്റെ നാട്ടിലായിരിക്കുമെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? ഹല്ലേലൂയ. അതിനാണ് ഇന്ന് രാത്രി സുവിശേഷ യോഗം ഇവിടെ നടത്തുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എല്ലാം നേടിയെടുക്കാൻ ഓടുന്ന ഓട്ടത്തിനിടയിൽ ക്രൂശിൽ നിനക്ക് വേണ്ടി മരിച്ച നാഥനെ മറക്കരുത്. രോഗിയായി ക്ഷീണിതനായി ഏതെങ്കിലും ഒരു ആശുപത്രി നമ്മൾ അഭയം തേടി വിദഗ്ധമായ ചികിത്സകൾക്ക് വിധേയരായി ദീർഘദിവസങ്ങൾ ഓക്സിജൻ സഹായത്തോടെ നമ്മൾ അവിടെ കിടക്കുമ്പോൾ അവിടെ വിട്ട് പോരുവാൻ ദൈവം ഒരു അവസരം നൽകിയാൽ ആ മണിക്കൂറുകളിൽ അവർ നമുക്ക് നൽകിയ ഓക്സിജന്റെ ബില്ല് വളരെ ഭയാനകമാണ്. ഇന്ന് രാത്രി ചോദിക്കട്ടെ, അമ്മയുടെ ഉദരം മുതൽ ഇന്ന് രാത്രി വിടിരിക്കുന്ന സമയം വരെയും നാം വലിച്ച് തള്ളിയ ഓക്സിജന്റെ വില എത്ര കോടിയാണെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്റെ തമ്പുരാനത് കണക്കെഴുതിയിട്ടില്ല, ബില്ലെഴുതി വെച്ചിട്ടില്ല. അതെല്ലാം സൗജന്യമായി നിനക്ക് നൽകിയത്. ഈ രാത്രി നാഥനെ മറന്നു പോകരുത്. മനുഷ്യനും ദൈവത്തെ മറന്നുള്ള ജീവിതമാണ്. സമ്പത്ത് വർദ്ധിക്കുമ്പോൾ ദൈവ സാന്നിധ്യം ആവശ്യമില്ലാത്ത ഒരു തലമുറയുടെ നടുവിൽ നമ്മളായിരിക്കുമ്പോൾ ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ ദേശത്തോട് വിളിച്ചു പറയുന്നു, ഈ രാത്രി ദൈവം നിന്നോട് കണക്ക് തീർത്താൽ കൊടുത്തു വീട്ടാൻ നിന്റെ പക്കൽ എന്തുണ്ട്? വളരെ നിയോഗത്തോടെ ഇന്ന് രാത്രി പ്രസംഗിക്കുന്നു. 1999 എന്നെ ചികിത്സിച്ച എൻ്റെ ഡോക്ടർമാരെന്നോട് പറഞ്ഞത്, ഇനി കട്ടിയുള്ള ജോലിയൊന്നും ചെയ്യരുത്, ഏതെങ്കിലും ഒരു ഭാഗത്ത് കിടന്നോ. കർത്താവിനെ അറിഞ്ഞ കാലം വീട്ടിൽ ബെഡ് റെസ്റ്റിൽ കിടക്കുക. നേഴ്സസ് വീട്ടിൽ വന്ന് ഇഞ്ചക്ഷൻ ചെയ്യും. എൻ്റെ നട്ടലിൻ്റെ ഡിസ്ക് എല്ലാം ബൾജ് ചെയ്തിട്ട് നടക്കാൻ കഴിയാത്തതിൽ വളരെ പ്രയാസമായി. ഡോക്ടർ പറഞ്ഞു, വലിയ കോംപ്ലിക്കേഷനാണ്, മുൻപോട്ട് പോവുകയില്ല. പക്ഷേ ഞാൻ എൻ്റെ കർത്താവിനോട് ആ കിടക്കയിൽ കിടന്ന് ഹിസ്കിയാവ് പ്രാർത്ഥിച്ചതുപോലെ ചുവരോട് ചേർന്ന് ഒരിക്കലും ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിൽ പൊട്ടിക്കരയാത്ത ഞാൻ അന്ന് പകൽ പൊട്ടിക്കരഞ്ഞു. ഞാൻ പറഞ്ഞു, കർത്താവേ, നിന്നെ അറിയാൻ വൈകിപ്പോയി, എന്നാൽ എൻ്റെ ആയുസ്സിനെ നീ മുമ്പോട്ട് തരുമെങ്കിൽ സൗഖ്യമല്ല വേണ്ടത്, എന്നെ ബലത്തോട് നീ നടത്തുമെങ്കിൽ ഇനിയുള്ള നാളുകൾ അങ്ങയ്ക്ക് വേണ്ടി മാത്രമായിരിക്കും. അന്ന് തുടങ്ങിയ പ്രസംഗമാണ്, അന്ന് തുടങ്ങിയ കവലപ്രസംഗമാണ്. പ്രൈസ് ദി ലോർഡ്.
നിനക്ക് സൗഖ്യം വിഷയമല്ല. പ്രൈസ് ദി ലോർഡ്. കാരണം ആമേൻ, രോഗത്തിന് തൊടാൻ കഴിയാത്ത, രോഗാണുക്കൾക്ക് തൊടാൻ കഴിയാത്ത, തേയ്മാനങ്ങൾക്ക് പിടിക്കാൻ കഴിയാത്ത, ക്ഷീണങ്ങൾക്ക് തൊടാൻ കഴിയാത്ത, ദ്രവത്വമില്ലാത്തൊരു ശരീരം എന്റെ പ്രിയൻ എനിക്കായി ഒരുക്കുന്നുണ്ട്. ആ പ്രത്യാശയാണ് ഇന്നും എന്നെ പ്രസംഗിക്കാൻ ധൈര്യത്തോടെ നിർത്തുന്നത്. പ്രിയ മക്കളെ, ഡോക്ടറിനോട് പറഞ്ഞത് നീ 1 കിലോമീറ്റർ ഇരുന്ന് വണ്ടി ഓടിക്കരുത്. ഈ കഴിഞ്ഞ 1 മാസം മുമ്പ് ഇവിടുന്ന് ചെന്നൈ വരെ വണ്ടി ഓടിച്ചാൽ പോയത് എൻ്റെ കർത്താവിനെ പ്രസംഗിക്കാൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ചോദിക്കും, പാസ്റ്ററെ പൂർണ്ണമായി സൗഖ്യമുണ്ടോ? പൂർണ്ണ സൗഖ്യമില്ല, പക്ഷേ എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിന് മതിയായവനാ. ഇന്ന് രാത്രി പ്രിയ കൂടപ്പിറപ്പേ, സഹോദര സഹോദരി, പിതാവേ മാതാവേ, ഈ രാത്രി തിരിഞ്ഞൊന്ന് ചിന്തിച്ചോണം. വന്ന വഴികളിൽ നിന്റെ സമശിഷ്ടങ്ങളൊക്കെ ഓരോന്നായി ആമേ മരത്തിലെ വൃക്ഷത്തിലെ ഇല പോലെ കൊഴിഞ്ഞു കൊഴിഞ്ഞു പോയപ്പോൾ ഇന്ന് രാത്രിയിലും ആമേൻ ആയുസ്സിനെ തിരിച്ചെടുക്കാതെ ദൈവം ഈ ശബ്ദപരിധിയിൽ ഇരുത്തിയിരിക്കുന്നത് നിനക്ക് വേണ്ടി ഒരുവൻ മറുവിലയായി ക്രൂശിൽ. മറക്കരുത് ഇന്ന് രാത്രി. ആ മറുവിലയുടെ വലിപ്പം ഓർക്കണം. ഇന്ന് രാത്രി കർത്താവ് ചോദിച്ചു, കുഞ്ഞേ നീ സർവ്വതം വെട്ടിപ്പിടിക്കാൻ ഓടുകയല്ലേ? ഈ യാത്രയിൽ നിന്റെ പ്രാണനെ ഞാൻ ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചതൊക്കെ ആർക്കാണ്? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി അഭിമാനത്തോടെ ആവേശത്തോടെ പറയണം, സ്തോത്രം, ഹല്ലേലൂയ, എൻ്റെ കർത്താവിന്റെ സമയത്ത് പോകാൻ ഞാൻ റെഡിയാണ്. യെസ്, ഹല്ലേലൂയ. ആശങ്കകളില്ല, ഭയങ്ങളില്ല. സ്തോത്രം. എൻ്റെ പ്രാണൻ എൻ്റെ കർത്താവിന്റെ പക്കൽ സുരക്ഷിതമായി. കടന്നുപോയി ജീവിതത്തിന്റെ തിക്തമായ വേദനയിൽ സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെട്ടു, മക്കൾ നഷ്ടപ്പെട്ടു, ശരീര സൗന്ദര്യം നഷ്ടപ്പെട്ടു. സ്നേഹിതരെ ആശ്വസിപ്പിക്കാൻ വന്നവരെ എല്ലാവരും ഒരുപോലെ കുറ്റവും നിന്ദയും പരിഹാസങ്ങളൊക്കെ പറഞ്ഞു. ഭാര്യ പറഞ്ഞു, എന്തിനാണ് നിന്റെ ഭക്തി മുറുകെ പിടിക്കുന്നത്? ദൈവത്തെ തള്ളി ത്യജിച്ച് പറഞ്ഞ് മരിക്ക്. ജീവിതത്തിലെ ഒരു പ്രതിസന്ധിയിലും ആരൊക്കെ മാറിയാലും മാറാതെ നിൽക്കേണ്ട ആളാ ഭാര്യ. പക്ഷേ യോബിന്റെ ഭാഗത്ത് അങ്ങനെ ഉണ്ടായില്ല. യോബിന്റെ മറുപടി ഇതാ, ഒരു പൊട്ടി സംസാരിക്കുന്നത് നീ എന്തേ സംസാരിക്കുന്നത്? ദൈവം നൽകിയ നന്മകൾ നമ്മൾ അനുഭവിച്ചില്ലേ, അവൻ തരുന്ന തിന്മകളും വേദനകളും നമ്മൾ അനുഭവിക്കണം. ആ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ എങ്ങനെ കാണുന്നത്? യോബിന്റെ വാക്കുകൾ ഇത്രയ്ക്ക് ദൃഢമായിരുന്നു. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും, എന്റെ നടപ്പ് ഞാൻ അവന്റെ മുമ്പിൽ തെളിയിക്കും. പ്രൈസ് ദി ലോർഡ്. ലോകം എന്നെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ നടപ്പ് ഞാൻ എൻ്റെ കർത്താവിന്റെ മുമ്പിൽ തെളിയിക്കും. സ്തോത്രം. എല്ലാം അസ്തമിച്ചു എന്ന് പറഞ്ഞ യോബിന്റെ ജീവിതം പഠിച്ചാൽ 8-ാം അധ്യായം പഠിക്കുന്ന വളരെ പ്രൗഢഗംഭീരമാണ്. യോബ് പറയാ, ഞാനിങ്ങനെ എല്ലാം ക്ഷയിച്ച മണ്ണിലൂടെ ചേരും. സ്തോത്രം. പക്ഷേ ദേഹസഹിതനായി ഞാൻ എൻ്റെ പ്രിയനെ കാണും, അന്യനല്ല, സ്വന്തം കണ്ണാൽ ഞാൻ അവനെ കാണും. 8-ാം അധ്യായത്തിൽ പറയുന്നു, പൊടിയിൽ നിന്ന് മറ്റൊന്ന് മുളച്ചു വരും. പുനരുത്ഥാനത്തിന്റെ ഓർമ്മ കുറിക്കുന്ന കാര്യമാ. ദേഹമെല്ലാം ക്ഷയിച്ച് മണ്ണിൽ മരണത്താൽ മറഞ്ഞാലും ഇതാ തിരികെ വിളിക്കുന്നൊരു സമയമുണ്ട്. അന്ന് പുതിയൊരു അനുഭവത്തിൽ ഞാൻ ഉയർത്ത വരുമെന്നായിരുന്നു യോബിന്റെ പ്രത്യാശ. യോബ് കാലസമ്പൂർണനായി കല്ലറ മുഖി എന്ന 42 നമ്മൾ വായിക്കുന്നത്. 5-ാം അധ്യായത്തിൽ പഠിക്കുന്നത്, തക്ക സമയത്ത് കറ്റക്കൂമ്പാരം കെട്ടിവെക്കുന്നത് പോലെ ഞാൻ എൻ്റെ കല്ലറയിലേക്ക് പ്രവേശിക്കും എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവം അനുവദിക്കാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല. ഈ ദൃഢനിശ്ചയം ഇന്ന് രാത്രി എത്ര പേർക്കുണ്ട്? പ്രൈസ് ദി ലോർഡ്. ആമേൻ. ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ ശേഷമാണ് ഇത് പറയുന്നത്. ഒരുവൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ജീവനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം? പ്രാണനെ നഷ്ടമാക്കി. കാരണം പ്രാണന് വേണ്ടി മറുവിലയാണ് ക്രൂശിൽ കൊടുത്തത്. ആ മറുവില കൊടുക്കുവാനാണ് മനുഷ്യനായി കർത്താവ് ഇവിടെ വന്നത്. മനുഷ്യന് മറുവില കൊടുക്കാൻ, അവന്റെ പ്രാണനെ വീണ്ടെടുക്കുവാൻ മറ്റാർക്കും കഴിയാതിരിക്കുമ്പോൾ, മറ്റൊരു വസ്തു കൊണ്ടും അവന്റെ പ്രാണനെ, മനുഷ്യനെ വീണ്ടെടുക്കാൻ കഴിയാതിരിക്കുമ്പോൾ, മനുഷ്യൻ അന്വേഷിച്ച എല്ലാ വഴികളും, മനുഷ്യൻ കണ്ടെത്തിയ നീതിയുടെ പ്രവർത്തികൾ, കർമ്മകാണ്ഡങ്ങളെല്ലാം പരാജയത്തിൽ ചെന്ന് അസ്തമിക്കുമ്പോൾ, പരാജയത്തോടെ നിൽക്കുന്ന മനുഷ്യനോട് ദൈവം പറഞ്ഞു, കുഞ്ഞേ, നിനക്കൊരു മറുവിലയുണ്ട്. ആ മറുവില കർത്താവായ യേശു ക്രിസ്തുവാണ്. മർക്കോസിന്റെ സുവിശേഷം 10:45 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, മനുഷ്യപുത്രൻ ശുശ്രൂഷ ഏൽപ്പാനല്ല
ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി മറുവിലയായി തന്റെ ജീവനെ കൊടുപ്പാനും അത്രേ വന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, യേശുനാഥൻ ഈ മണ്ണിലേക്ക് ജഡത്തിൽ അവതരിച്ചത് എനിക്കും നിങ്ങൾക്കും വേണ്ടി മറുവില കൊടുക്കുവാനാണ്. അതുകൊണ്ട് ഇയ്യോബിന്റെ പുസ്തകത്തിലും ആ പ്രത്യാശ കിടപ്പുണ്ട്. 36-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് ഇയ്യോബ് പറയാണ്, കോപം നിന്നെ പരിഹാസത്തിനായി വശീകരിക്കരുത്, മറുവിലയുടെ വലിപ്പം ഓർത്ത് നീ തെറ്റിപ്പോകരുത്. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമത്തിൽ ക്രിസ്തു വെളിപ്പാട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയില്ല. ഇയ്യോബ് പറയാ, ഭക്തൻ കണ്ടു ആത്മാവിൽ മറുവിലയുടെ വലിപ്പം എന്താണ്. ഇയ്യോബ് പറയാ, അത് ഓർത്ത് നീ തെറ്റിപ്പോകരുത്. ആ ഓർമ്മയുള്ളത് കൊണ്ടാണ് എല്ലാവരും തള്ളിക്കളഞ്ഞപ്പോഴും ഇയ്യോബ് കർത്താവിനെ മുറുകെ പിടിച്ചത്. പ്രൈസ് ദി ലോർഡ്. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും, കാരണം വേറൊരു മറുവില ഇല്ല. ഷിയാബിന്റെ പദം വായിക്കുമ്പോൾ കാണുന്നു, മനുഷ്യന്റെ നീതി പ്രവർത്തികളെല്ലാം കറ പുരണ്ട തുണി പോലെ. എന്തെല്ലാം കാര്യങ്ങളാണ് മനുഷ്യൻ ചെയ്യുന്ന പാപപരിഹാരത്തിന്, എന്തെല്ലാം ദണ്ഡനങ്ങളായി ശരീരത്തെ ചെയ്യുന്നത്. കർത്താവ് പറഞ്ഞു, കുഞ്ഞെ, നിന്റെ ശരീരത്തെ നീ ഒരു ദണ്ഡനത്തിന് ഏൽപ്പിക്കണ്ട, നിന്റെ പാപത്തിന്റെ ശിക്ഷയെല്ലാം ഏറ്റെടുക്കുവാൻ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. ഞാനത് ക്രൂശിലെല്ലാം സകലവും തികച്ചിരിക്കുന്നു. ഈ ഉത്തമമായ ബോധ്യത്തോടെ ആ യേശു എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിനായി വന്നു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? വായ് രക്ഷയ്ക്കായിട്ട് ഏറ്റു പറയണം. അങ്ങനെ കർത്താവിനെ ഹൃദയം കൊണ്ട് സ്വീകരിച്ച് രക്ഷയ്ക്കായി വായ് കൊണ്ട് ഏറ്റുപറയുന്ന, രക്ഷിക്കപ്പെടുന്ന അനുഭവത്തിൽ വരുന്നവരെ കർത്താവ് എന്ത് ചെയ്യും? ചേർത്ത് നിർത്തുവാൻ ദൈവം ഒരുക്കിയ ആത്മീയമായ സൗധത്തിന്റെ പേരാണ് ദൈവസഭ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ട് ഉണ്ടോ? അതിന്റെ പ്രഖ്യാപനം നടത്തിയിട്ടാണ് ക്രൂശ് മരണത്തിലൂടെ ആ ക്രൂശിലേക്ക് നോക്കി രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന് രക്ഷിക്കപ്പെട്ടവർ എന്ത് ചെയ്യുന്നു? അവരെ ദിനം പ്രതി കർത്താവ് സഭയോട് ചേർക്കുന്നു. അപ്പോൾ ദൈവസഭയോട് ചേരുവാൻ ഒറ്റ വഴിയേ ഉള്ളൂ. മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് എന്ത് ചെയ്യണം? കൂടി ചേർന്നോണം. അതിന് വേറെ ഉപദേശം കൊണ്ട് അത് ഞാൻ കമ്പിവാചകം പോലെ പറയാം. സ്തോത്രം. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. വേറെ വഴിയൊന്നുമില്ല. പണം കൊടുത്തതിനകത്ത് കയറാൻ ഒക്കുകയില്ല. അങ്ങനെ ആയിരുന്നു എത്രയ്ക്ക് ആളുകൾ കയറി കഴിഞ്ഞേനെ. ഇതിനകത്ത് കയറാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, ആധരം കൊണ്ട് ഏറ്റുപറയുകയും വേണം. ഒത്തിരി ആളുകൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കും, പക്ഷെ ആധരം കൊണ്ട് എന്ത് ചെയ്യത്തില്ല. അത് വാക്യമുണ്ട്, ഒന്ന് വായിച്ചു സാറേ. യോഹന്നാൻ 12:43 വാക്യം ഒന്ന് വായിച്ചാട്ടെ. സാർ എന്നോട് പറഞ്ഞു വാക്യമൊക്കെ നേരത്തെ പറഞ്ഞ് എന്നെ എടുത്തു വെക്കാം, നിയോഗത്തോടെ വാക്യം വായിക്കണം. അപ്പോൾ നമുക്ക് വെക്കാം. 12:43 യോഹന്നാൻ. പള്ളി ഭ്രഷ്ടരാകാതിരിപ്പാൻ ഒരു വാക്യം കേട്ട് വായിച്ചു സാറേ. യേശയ്യാവ് അവന്റെ തേജസ് കണ്ട് അവനെ കുറിച്ച് സംസാരിച്ചത് കൊണ്ടാകുന്നു ഇത് പറഞ്ഞത്. എന്നിട്ടും പ്രമാണികളിൽ തന്നെയും അനേകർ അവനിൽ വിശ്വസിച്ചു. പ്രമാണികൾ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സന്ദേശം കേട്ട് കഴിഞ്ഞപ്പോൾ, സുവിശേഷം കേട്ട് കഴിഞ്ഞപ്പോൾ പ്രമാണികളായ പലരും അവനിൽ എന്ത് ചെയ്തു? വിശ്വസിച്ചു. പള്ളി ഭ്രഷ്ടരാകാതിരിപ്പാൻ പരീശന്മാർ നിമിത്തം ഏറ്റുപറഞ്ഞില്ലതാനും. അവർ വിശ്വസിച്ചു, പക്ഷെ എന്ത് ചെയ്തില്ല? അവർക്കത് പേടിയാ. കാരണം അവർ ദൈവത്തെക്കാൾ ആരെ ബഹുമാനിച്ചു? മനുഷ്യരാലുള്ള മാനത്തെ അധികം സ്നേഹിച്ചു. സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, അധരം കൊണ്ട് ഏറ്റുപറയും. സ്തോത്രം. എല്ലാവർക്കും യേശുവിന്റെ വിശ്വാസമാണ് ഇല്ലേ? ചിലവരും പാച്ച ഞങ്ങൾ കർത്താവിനെ കൈക്കൊണ്ടതാണ് നല്ലത്. പക്ഷേ ഈ പുസ്തകം ശരിക്കും വായിച്ചു പഠിക്കണം. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും പലരും ആ പടി നിൽക്കുക. നമ്മൾ കർത്താവിനെ എന്ത് ചെയ്തു? കൈക്കൊണ്ടു. ലൂക്കോസ് 9:11 വായിക്കാമോ? ലൂക്കോസ് 9:11. അവിടെ ഒരു കാര്യം കൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൂക്കോസ് 9:11. സ്തോത്രം. അത് പുരുഷാരം അറിഞ്ഞ് അവനെ പിന്തുടർന്നു. പുരുഷാരം കർത്താവിനെ പിൻപറ്റി. കാരണം കർത്താവിന്റെ ശുശ്രൂഷയിൽ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തി എല്ലാം ഉണ്ട്. അതുകൊണ്ട് പുരുഷാരം കർത്താവിനെ പിൻപറ്റി. അവൻ അവരെ കൈക്കൊണ്ട്. ശ്രദ്ധിച്ചോ, പുരുഷാരം അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നത് കണ്ടും കേട്ടും അനുഭവിച്ചിട്ടും
അത്ഭുതങ്ങൾ കണ്ട് സൗഖ്യം പ്രാപിച്ച പലരും തിരിച്ചുപോയി. അപ്പം ലഭിച്ച പലരും വിശപ്പടക്കിയിട്ട് അവരും തിരിച്ചുപോയി. എന്നാൽ ഒരുപറ്റം ആളുകൾ കർത്താവിനെ എന്ത് ചെയ്തു? പിന്നെ എന്ത് ചെയ്തു? പിന്തുടർന്നു. Praise the Lord. വലിയ പുരുഷാരം കൂടെ വന്നു. സൗഖ്യമായവർ സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി. വിശപ്പടങ്ങിയവരും വീട്ടിലേക്ക് മടങ്ങി. പക്ഷേ ഭൗതികമായ വിശപ്പടങ്ങിയിട്ടും ഈ ജഡശരീരത്തിന് സൗഖ്യം ലഭിച്ചിട്ടും ഇതിന്റെ മർമ്മം ഇതല്ല എന്ന് അകത്ത് ബോധ്യമുള്ള ഒരുപറ്റം ആളുകൾ ക്രിസ്തുവിനെ പിൻപറ്റാൻ തുടങ്ങി. വായിച്ചു. അവൻ അവരെ കൈക്കൊണ്ട് അവിടെ നിൽക്കണം. അങ്ങനെ യേശുവിനെ ഭൗതികമായ അനുഗ്രഹത്തിന് വേണ്ടിയല്ല, ആത്മീയമായ ചിലത് പ്രാപിക്കുവാൻ ദൈവപുത്രന്റെ ആഗമനത്തിന്റെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കി അത് മുഴുവനായി അനുഭവിക്കേണ്ടതിന് ചിലർ കർത്താവിനെ പിൻപറ്റാൻ മനസ്സുകൊണ്ട് ഒരുങ്ങി ചുവട് വെച്ചപ്പോൾ കർത്താവ് അവരെ കൈക്കൊണ്ടു. അപ്പൊ കർത്താവിനെ കൈക്കൊണ്ടവരും ഉണ്ട്, കർത്താവ് കൈക്കൊണ്ടവരും. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങളോട് തന്നെ ചോദിച്ചോണം, നിങ്ങളെ കർത്താവിനെ കൈക്കൊണ്ടു, കർത്താവ് നിങ്ങളെ കൈക്കൊണ്ടോ? കാരണം കൈക്കൊണ്ടെന്നുള്ളൊരു തെളിവുണ്ട്. എബ്രായ ലേഖനം 12:6 വായിച്ച സാറേ. അതാ ഞാൻ വാക്യം പറയാൻ, ഇങ്ങനെ നിയോഗത്തോട് വരുമ്പോഴേ വായിക്കാൻ പറ്റുള്ളൂ. 12:6 എന്തിനാണ് അവിടെ അത് പറഞ്ഞിരിക്കുന്നത്? 12:6 കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏതു മകനെയും തല്ലുന്നു. ഇടയ്ക്കിടയ്ക്ക് ഒരു അടി കിട്ടുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാം, കർത്താവ് നമ്മളെ സന്തോഷമുള്ള ഒരു കരങ്ങൾ ഉയർത്തി സ്തുതിച്ചാൽ. ചിലർ പറയും ഞങ്ങൾ കർത്താവിനെ അറിഞ്ഞ പിന്നെ ഒരു പ്രശ്നവും ഇല്ല. നിങ്ങൾ കർത്താവിനെ കൈക്കൊണ്ടെന്നുള്ളത് ശരിയാ, പക്ഷെ നിങ്ങളെ എന്ത് ചെയ്യുന്നില്ല. അത് വിശ്വാസമൊത്തുള്ള പാസ്റ്റർമാരെയും കർത്താവ് കൈക്കൊണ്ടു അല്ലേ? വിശുദ്ധയെല്ലാം കൊടുത്ത് പറഞ്ഞ് കർത്താവ് ഞങ്ങൾ പോയി അത്ഭുതങ്ങൾ ചെയ്തു, ഭൂതങ്ങൾ ഞങ്ങൾ എന്നപ്പോഴേ പോയി. കർത്താവ് പറഞ്ഞു ഞാൻ നിങ്ങളെ ഒരു നാളും, ഈ അധികാരം കൊടുത്ത കർത്താവ് പറഞ്ഞു ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരേ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മനസ്സിലായോ? ആ വാക്യം ലൂക്കോസ് 9:11 ഒന്നുകൂടെ വായിക്കണം. കർത്താവ് അവരെ കൈക്കൊണ്ട ശേഷം പിന്നീട് എന്താണ് പറഞ്ഞത്? അതാണ് അവന്റെ മർമ്മം. 11 ലൂക്കോസ് 9:11. അത് പുരുഷാരമറിഞ്ഞ് അവനെ പിന്തുടർന്നു. അവൻ അവരെ കൈക്കൊണ്ട് ദൈവരാജ്യത്തെ കുറിച്ച് അവരോട് സംസാരിക്കുകയും. നമ്മൾ കർത്താവിനെ കൈക്കൊണ്ട് കഴിഞ്ഞാൽ സൗഖ്യം കിട്ടും, വീട് കിട്ടും, കാറ് കിട്ടും, ജോലി കിട്ടും, എല്ലാം കിട്ടും. പക്ഷേ യേശു നിന്നെ കൈക്കൊണ്ട് കഴിയുമ്പോൾ നിനക്ക് ലഭിക്കുന്നത് ഭൗതികമായതല്ല, ദൈവരാജ്യത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടാണ്. അതുകൊണ്ടാണ് അവിടെ ചേർന്നൊരു വാക്യം കൂടെ പറയുന്നുണ്ട്, ദൈവരാജ്യത്തെ കുറിച്ചുള്ള മർമ്മങ്ങൾ കർത്താവ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ ദൈവരാജ്യത്തെ കുറിച്ച് അവരോട് സംസാരിക്കുകയും. കണ്ടോ, അതിന് ശ്രദ്ധയുണ്ടോ പറയണേ? രോഗശാന്തി വേണ്ടിയവരെ സൗഖ്യമാക്കുകയും ചെയ്തു. കണ്ടോ, രോഗശാന്തി എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തെ കുറിച്ച് കേട്ട് കഴിഞ്ഞപ്പോ പലർക്കും എന്ത് വേണ്ട? രോഗസൗഖ്യം വേണ്ട. കാരണം ഇതുകൊണ്ടല്ല അങ്ങോട്ട് പോകുന്നത്. മനസ്സിലായോ? യോവത പറഞ്ഞ എന്റെ ദേഹമെല്ലാം ക്ഷയിച്ച് ഞാന് മണ്ണിച്ചേരും, പക്ഷെ ദേഹസഹിതനായി എന്റെ പ്രിയനെ കാണും. എനിക്കൊരു പുതിയ ശരീരം നാഥൻ ഒരുക്കുന്നുണ്ട്. നിത്യതയെ കുറിച്ചുള്ള അനുഭവം കേട്ട് കഴിഞ്ഞപ്പോൾ പലർക്കും രോഗസൗഖ്യം വേണ്ടതായി. അപ്പൊ ഇന്നും ഈ സൗഖ്യങ്ങൾക്ക് വേണ്ടി ഓടുന്ന ആളുകളുണ്ട്. എനിക്കൊരു പ്രയാസമൊന്നുമില്ല, കർത്താവ് സൗഖ്യം തരട്ടെ, തരും കേട്ടോ. സൗഖ്യമില്ലെന്നല്ല, തരും. എന്നാൽ യഥാർത്ഥമായിട്ട് നമുക്ക് സൗഖ്യം വേണ്ടത് ഒരു വൈദ്യശാസ്ത്രത്തിനും ഒരു ഡോക്ടർമാർക്കും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാത്ത പാപമെന്ന രോഗത്തിൽ നിന്നാണ് നമുക്ക് സൗഖ്യം വേണ്ടത്. അതിനൊറ്റ വൈദ്യനേയുള്ളൂ, യേശു ക്രിസ്തു എന്ന ഏകരക്ഷാനായകൻ. അവനെ കുറിച്ച് പഴയ നിയമത്തിൽ ഇങ്ങനെ പറയുന്നു, ആമേൻ, അവൻ ഗിലെയാദിലെ പരമവൈദ്യനാണ്. പ്രൈസ് ദി ലോർഡ്. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു. എന്തായിരുന്നു നമ്മുടെ സാക്ഷാ രോഗം? പാപം എന്ന രോഗത്തെ പൂർണ്ണമായി നീക്കിക്കളയുവാൻ ഈ മണ്ണിലേക്ക് ഇറങ്ങി വന്ന, പാപത്തിന്റെ പരിഹാരത്തിനായി ഇറങ്ങി വന്ന് സ്വന്തം ജീവനെ ക്രൂശിൽ ബലിയായി നൽകിയ യേശു ക്രിസ്തു
മറ്റൊരു രക്ഷാമാർഗം നമുക്കില്ല, മറ്റൊരു മധ്യസ്ഥൻ നമുക്കില്ല. അതുകൊണ്ടാണ് തിരുവെടുത്ത് പറയുന്നത്, ദൈവത്തിനും മനുഷ്യനും ഇടയിൽ മധ്യസ്ഥനായി സകല മനുഷ്യർക്കും വേണ്ടി മറുവിധിയായി കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ മറുവിലേക്ക് കൊടുത്തു. ഇന്ന് വന്ന പലർക്കും അവർക്ക് തന്നെ പലതും ചെയ്യാൻ കഴിയാതിരിക്കുമ്പോൾ മുഴു ലോകത്തിന്റെ പാപത്തിന് വേണ്ടി യാഗമായി തീരുവാൻ വന്ന ഏക മധ്യസ്ഥൻ യേശു ക്രിസ്തു മാത്രമാണ്. യെശയ്യാവിന്റെ പ്രവചനം 8-19 പറയുന്നുണ്ട്, ജീവിച്ചിരിക്കുന്നവന് വേണ്ടി മരിച്ചവരോട് പ്രാർത്ഥിക്കരുത്. വാക്യമാണ്, ജീവിച്ചിരിക്കുന്നവന് വേണ്ടി പ്രാർത്ഥിക്കരുത്. സ്തോത്രം. കർത്താവ് മരിച്ചില്ലേ? മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ മരണത്തെ ജയിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റു. ഇന്നും പിതാവിന്റെ വലഭാഗ മാനവ ജനതയ്ക്ക് വേണ്ടി മധ്യസ്ഥം ചെയ്യുന്ന കർത്താവ് ഇന്ന് രാത്രി നിനക്ക് വേണ്ടി മധ്യസ്ഥം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ രാത്രി നിന്റെ മടങ്ങി വരവിന്റെ രാത്രിയാകട്ടെ, താങ്കളുടെ മാനസാന്തരത്തിന്റെ രാത്രിയാകട്ടെ, താങ്കളുടെ രക്ഷയുടെ ദിവസമായി മാറട്ടെ. സ്തോത്രം. കർത്താവ് കൈക്കൊണ്ടു പിന്നെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ പ്രസംഗമല്ല. സംസാരം എന്ന് പറഞ്ഞാൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ഉണ്ട്. ആ ടോക്കിങ്ങിൽ ദൈവരാജ്യത്തെക്കുറിച്ച് മർമ്മങ്ങൾ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ വന്ന ജനത്തിന് പിന്നെ സൗഖ്യമൊന്നും വേണ്ട. സ്തോത്രം. അതുകൊണ്ട് പത്രോസും മരുവമല ഇരിക്കുമ്പോൾ പറഞ്ഞ, കർത്താവേ, ഞങ്ങളിവിടെ 3 കുടിലുണ്ടാക്കാം, ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും. അപ്പൊ ഞാൻ ചോദിക്കും, പത്രോസേ, യാക്കോബ്, യോഹന്നാൻ, നിങ്ങൾക്ക് കൂടാരം വേണ്ടേ, കുടിൽ വേണ്ടേ? അവിടെ എഴുതിയിട്ടില്ലെങ്കിൽ ഉത്തരം ഞാൻ പറയാം. ഈ ഓരോ കൂടാരങ്ങൾ ഇവരും കൂടാനാണ് താല്പര്യം എന്ന് പറഞ്ഞാൽ നാം ഇവിടെ ഇരിക്കുന്നതേറെ നല്ലത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി ക്രിസ്തു ഈ മണ്ണിലേക്ക് വന്ന് ദൗത്യം ഏറ്റെടുക്കുകയാണ്. 3.5 വർഷം മരുഭൂമിയിലെ അത്ഭുതകരമായ ശുശ്രൂഷ. ആ ശുശ്രൂഷയിലുള്ള വിളംബര ഭാഗമാണ് നമ്മൾ വായിച്ചത്. ഇതാ അതിന് 21-ാം വാക്യം കർത്താവിന്റെ കഷ്ടാനുഭവത്തെ കുറിച്ച് പത്രോസിനോട് പറയുമ്പോൾ പത്രോസ് പറയും, കർത്താവേ, അങ്ങനെ ഒരിക്കലും സംഭവിക്കരുത്. സ്തോത്രം. കർത്താവ് പറഞ്ഞു, സാത്താനെ, എന്നെ വിട്ടുപോകും. ഒരല്പം മുമ്പ് വിളിച്ചെന്തുവാ? ബെർയോനാ ശീമോനേ, നീ ഭാഗ്യവാൻ. പക്ഷേ 2-3 വാക്യം കഴിഞ്ഞ അവനെ വിളിക്കുക, സാത്താനെ. കർത്താവിന് മടിയിൽ ഇങ്ങനെ വിളിക്കുക. സ്തോത്രം. ഇപ്പം ഞാനൊരിക്കലും പുസ്തകം ധ്യാനിക്കുമ്പോൾ ഈ ലൈഫ് ഓഫ് ക്രൈസ്റ്റ് എന്ന വിഷയം പഠിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ധ്യാനിക്കുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, കർത്താവിൻ്റെ ഈ 33.5 വർഷം ഇഹലോകത്തിലെ ശുശ്രൂഷയിൽ കർത്താവ് ഒരു പദം ഉപയോഗിച്ചിട്ടില്ല. ഐ ആം സോറി. മനസ്സിലായ ഒരു കാര്യങ്ങൾ നമ്മൾ ഓരോ യോഗത്തിന് ക്ഷമ ചോദിക്കും അല്ലേ? ഓരോ കർത്തവ്യശയ്ക്ക് നമ്മൾ എന്ത് ചെയ്യും? സ്തോത്രം. കർത്താവ് സോറി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ചൂടാകാതിരുന്നോ? ചൂടായി. വിളിച്ചത് സാധാരണയാണ്. പക്ഷേ ശാസിക്കേണ്ടിടത്ത് ശാസിക്കുകയും ചെയ്യും, ചേർത്ത് പിടിക്കേണ്ടിടത്ത് ചേർത്ത് പിടിക്കുകയും ചെയ്യും. ഇതാണ് ക്രിസ്തു. അതുകൊണ്ടാണ് നിങ്ങൾ ക്രിസ്തുയേശുവിലെ ഭാവമുള്ളവരായിരിക്കണം. തിരുത്തേണ്ടവരെ തിരുത്തണമെന്നേ, കർശനമായിട്ട് ചേർത്ത് പിടിക്കേണ്ടവരെ ചേർത്ത് പിടിക്കണം. തെളിവ്, ഇയ്യോബിന്റെ വേലിയെല്ലാം തമ്പുരാൻ പൊളിച്ചു കൊടുത്തു സാത്താന് വേണ്ടി. പക്ഷേ അതേ സാത്താൻ പത്രോസിന്റെ കാര്യത്തിലും വന്ന് ചോദിച്ചു. കർത്താവ് പറഞ്ഞു, നോ, അവനെ വിട്ടേറിയല്ല. സ്തോത്രം. കർത്താവ് പറയാ, ശിമോനെ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പാറ്റാൻ എന്നോട് പലവട്ടം അനുവാദം ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ നിന്നെ വിട്ടുകൊടുത്തില്ല. ഇന്ന് രാത്രി ഞാനും നിങ്ങളും ഇവിടെ ഇരിക്കുന്നതിന്റെ പിന്നിലെ കാരണം തമ്പുരാൻ വിട്ടുകൊടുക്കാത്തതുകൊണ്ടാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒന്ന് വിട്ടുകൊടുത്തിരുന്നെങ്കിൽ ഇന്ന് രാത്രി എത്ര പേര് ഇവിടെ കാണുമെന്ന് ചിന്തിച്ചേ. പ്രൈസ് ദി ലോർഡ്. ഒരപ്പൻ താലോലിക്കുന്നത് പോലെ, കുഞ്ഞിനെ മാരോട് ചേർത്ത് പിടിക്കുന്ന പോലെ ജീവിതത്തിലെ തകർച്ചയിൽ നിന്റെ കർത്താവ് നിന്നെ ചേർത്ത് പിടിച്ചില്ലേ? വീടിനകത്തെ അനുഭവങ്ങൾ ഒരു ജയിലറ പോലെ നിനക്ക് തോന്നിയ അനുഭവങ്ങളിൽ വീട് വിട്ടോടാൻ തീരുമാനിച്ചപ്പോൾ നിന്നെ ചേർത്ത് പിടിച്ച ഒരു കരമില്ലേ? വിട്ടുകൊടുത്തില്ല. മാറ്റുവാൻ സാത്താന്റെ കയ്യിലെ ഒരായുധമായി നീ ഒരു പരിഹാസമാത്രമായി തീരുവാൻ തമ്പുരാൻ നിന്നെ വിട്ടുകൊടുത്തില്ല. നിന്റെ പടം ഭിത്തികളിൽ പതിക്കുവാൻ, ചുമർചിത്രങ്ങളായി മാറുവാൻ എന്റെ നാഥൻ വിട്ടുകൊടുത്തില്ല. കാരണം നിന്നെ കുറിച്ച് ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്.
എന്തുകൊണ്ട് പത്രോസിനെ വിട്ടുകൊടുത്തില്ല? തമ്പുരാൻ സ്വന്തം രക്തത്താൽ പണിതുയർത്തുന്ന ദൈവസഭയുടെ താക്കോൽ കൊടുക്കുവാൻ ദൈവം കണ്ടൊരു മാനപാത്രമാണ്. വിടുവിക്കുന്ന പ്രിയ സഹോദരന്മാരെ, കർത്തദാസന്മാരെ, ആത്മീയമായി ദൂത് പറയാം. ദൈവം നിങ്ങളെ കൈവിടാതെ ഇന്ന് രാത്രിയിൽ ചേർത്ത് പിടിക്കുന്നത് മറ്റാർക്കും കൈമാറാത്ത ചില ശുശ്രൂഷ നിങ്ങൾക്ക് കൈമാറുവാനാണ്. ഹല്ലേലൂയ. മറ്റാർക്കും കൈമാറി കൊടുക്കാത്ത ഉന്നതമായ ശ്രേഷ്ഠമായ ചില ശുശ്രൂഷകൾ നിങ്ങളുടെ പക്കൽ വെച്ചു തരുവാൻ അവ നിങ്ങളെ കൈവിട്ട് കളയാതെ ഇന്ന് രാത്രിയിൽ നിങ്ങളെ ചേർത്ത് പിടിക്കുകയാണ്. ഗെത്സമനിയിൽ നമ്മൾ കാണുകയില്ലേ? അത് പറഞ്ഞു, കുഞ്ഞേ, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്ന് പ്രാർത്ഥിക്കണം. ഒരു ഉറങ്ങി നന്നായി യേശുനാഥനകത്തേക്ക് പോയി പ്രാർത്ഥിക്കുകയാണ്. അവൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു എന്നാണ് ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു, പ്രാണവേദനയായി പ്രാർത്ഥന. തിരുവഴുത്ത് ഇങ്ങനെ പറഞ്ഞ അവന്റെ വിയർപ്പ് തുള്ളികൾ വലിയ ചോരത്തുള്ളി കണക്കെ ഗെത്സമനയുടെ മണ്ണിലേക്ക് വീഴാൻ തുടങ്ങി. സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ വന്ന് അവനെ ധൈര്യപ്പെടുത്തി. പ്രാർത്ഥനയുടെ തലം മാറി. സ്തോത്രം. ആ ഗെത്സമനിലെ പ്രാർത്ഥനയിൽ ദൂതൻ വന്ന് ധൈര്യപ്പെടുത്തുമ്പോൾ പങ്കുവച്ച സന്ദേശം എന്നറിയാമോ? പുറത്തുള്ള പ്രതിസന്ധികൾ, ബന്ധനങ്ങൾ, ക്രൂശീകരണത്തിന്റെ കഠിനമായ വേദനകൾ, അത് നേരിടാനുള്ളൊരു കരുത്ത് പ്രാർത്ഥനാ മുറിയിൽ കൊടുക്കുകയാണ്. അതെല്ലാം നമുക്ക് മാതൃകയാണ്. സഹിക്കാൻ വയ്യാത്ത ചില പ്രശ്നങ്ങൾ നിന്റെ വീട് വിട്ട് ഇന്ന് മാറിയിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു, നിന്റെ പ്രാർത്ഥനാ മുറിയിൽ എല്ലാവരെയും വിട്ട് ഒറ്റയ്ക്കൊന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ ഇന്ന് രാത്രി ആത്മനിയോഗത്തോടെ ഞാൻ വിളിച്ചു പറയുന്നു, നിന്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവദൂതന്മാർ ഇറങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. ദൈവദൂതന്മാർ നിന്റെ പ്രാർത്ഥനാ മുറിയിൽ ഇറങ്ങി വരും. ബലഹീനയായ നിന്നെ ബലപ്പെടുത്തുവാൻ, ബലഹീനയായ നിന്നെ ബലപ്പെടുത്തുവാൻ. വയ്യ കർത്താവേ എന്ന് നീ പറഞ്ഞ വിഷയത്തിൽ അതിനെ ഫേസ് ചെയ്യാനുള്ള ഒരാത്മബലം ഈ രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ പകരുകയാണ്. വയ്യ കർത്താവേ, എനിക്ക് ഞാൻ സഹിച്ചു മടുത്തു, എനിക്ക് നീ ഫേസ് ചെയ്യാൻ വയ്യ. ഇന്ന് രാത്രി മടുത്തു പോയെന്ന് പറഞ്ഞ നിന്നെ കൊണ്ട് തന്നെ ആ വിഷയത്തെ കർത്താവ് ഫേസ് ചെയ്യിക്കും. അതിന് പ്രാർത്ഥനയല്ലാതെ മറ്റൊരു മറുപടിയില്ല. സ്തോത്രം. പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങി വരുന്ന കർത്താവ് കാണുന്ന ശിഷ്യന്മാർ ഉറങ്ങുക. കർത്താവ് പറഞ്ഞു, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ. സ്തോത്രം. അവരുറങ്ങി. പുറത്തേക്ക് വരുമ്പോൾ വാളും വടിയുമായി നിൽക്കുന്ന സന്ദരി സംഘം, മതപുരോഹിതന്മാർ, റോമൻ പടയാളികൾ, വലിയൊരു പുരുഷാരം. തന്നോടൊപ്പം വരുന്ന മേശയിൽ നിന്ന് അപ്പത്തിന്റെ കണ്ണം വാങ്ങിച്ച്, പെസകയപ്പത്തിന്റെ കണ്ണം വാങ്ങിച്ച് ചാറിൽ മുക്കി കഴിച്ച യൂദയാണ് മുമ്പിൽ നിൽക്കുന്ന ചുംബനത്താൽ ഒറ്റിക്കൊടുക്കുവാൻ. ഉള്ളം തകരാൻ വേറെന്ത് വേണം? സ്തോത്രം. കൂടെ നിന്നവരും നമ്മളെ ഒറ്റുന്ന ചില സമയങ്ങൾ വന്നാലും കുലുങ്ങി പോകാതെ ധൈര്യത്തോടെ നിൽക്കാൻ കഴിയണമെങ്കിൽ നീ പ്രാർത്ഥനാ മുറിയിൽ മുട്ടുമടക്കണം. അപ്പൊ നിന്റെ ബിസിനസ്സിൽ, നിന്റെ ജോലിയിൽ കൂടെ നിൽക്കുന്നവർ നിനക്കെതിരെ തിരിയാം. പക്ഷേ പതരാതെ നിനക്ക് നിൽക്കാൻ കഴിയണമെങ്കിൽ നിന്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവദൂതന്മാരുടെ സാന്നിധ്യം ഇറങ്ങി വരണം. അവരെ കാണുമ്പോൾ കർത്താവ് ചോദിച്ചു, നിങ്ങൾ ആരെ തിരിയുന്നു? അവർ പറഞ്ഞു, ഞങ്ങൾ നസറേയനായ യേശുവിനെ തിരിയുന്നു. യേശുവിന്റെ മറുപടി ഇങ്ങനെയാണ്, അത് ഞാൻ തന്നെ. ഗെത്സമനിലെ തുടക്കം ഇങ്ങനെ, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം. പക്ഷെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ, കരുത്ത് പ്രാപിച്ചപ്പോൾ ഫേസ് ചെയ്യുക. യോഹന്നാൻ 18:3 എഴുതുകയാണ്, യേശു തനിക്ക് നേരിടുവാനുള്ളതെല്ലാം അറിഞ്ഞ് പുറത്തു വന്നു. നാളെ എന്താണ് നമ്മുടെ ലൈഫിൽ നടക്കാൻ പോകുന്നതെന്ന് ഇന്ന് രാത്രി നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നിന്നോട് സംസാരിക്കുന്നവനാണ് ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു. സംഭവിച്ച ശേഷം പരിഹാരമുണ്ടെന്ന് പറയുന്നവനല്ല, സംഭവിക്കും മുമ്പേ നീ അവിടെ എങ്ങനെ നിൽക്കണമെന്ന് നിന്നോട് ഇറങ്ങി വന്ന് സംസാരിക്കുന്ന ഒരു സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ അഭിമുഖമായി മറപൊരുളായിട്ടല്ല, സ്പഷ്ടമായി സംസാരിക്കുന്ന ഒരേ ഒരു ദൈവം, ഒരേ ഒരു രക്ഷകൻ, ഒരേ ഒരു മധ്യസ്ഥൻ, അത് യേശു ക്രിസ്തു മാത്രമാണ്. പക്ഷേ ഉറങ്ങിയ പത്രോസ് കർത്താവിനെ പടയാളി പിടിക്കുമ്പോൾ വാളെടുത്തു. ഒറ്റ വെട്ട. കഴുത്തിന് വെട്ടിയതാകാം, പക്ഷേ ഉന്നമില്ലാതായി പോയി, കാതങ്ങ് പോയി. പക്ഷെ അവിടെ ഒരു ഇടവേള കൊടുക്കാതെ
എൻ്റെ കർത്താവ് വേഗത്തിൽ ആ ഭടന്റെ കാതെടുത്തിട്ട് ചേർത്ത് വെച്ച് ഒട്ടിച്ചു കൊടുത്തു. എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിൻ്റെ താക്കോൽ ഏൽപ്പിക്കേണ്ടവന്റെ കയ്യിൽ അത്തരത്തിൽ കളങ്കമാകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നമ്മുടെ പ്രാർത്ഥനാ മുറികൾ ലൈവായിരിക്കണം. ആമേൻ. കടന്നു വന്ന ദൈവമക്കളോട് ആത്മീയ ദൂതിയാൻ പറയുക, ഒരു അന്ത്യകാലത്തിന്റെ ഉണർവിനായി ദൈവം നിങ്ങളെ കണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ അത് തുടങ്ങട്ടെ. പ്രൈസ് ദി ലോർഡ്. നിന്റെ വീട്ടിൽ നിന്നും നിന്റെ അകത്തുനിന്ന് ഉണർവ് പൊട്ടിപ്പുറപ്പെടട്ടെ. നിന്റെ കുടുംബത്തിൽ നിന്ന് ഉണർവ് പൊട്ടിപ്പുറപ്പെടട്ടെ. നിന്റെ സഭയിൽ നിന്ന് ഉണർവ് പൊട്ടിപ്പുറപ്പെടട്ടെ. നിന്റെ ദേശത്തു നിന്ന് ഉണർവ് പൊട്ടിപ്പുറപ്പെടട്ടെ. ആമേൻ. കൊട്ടാരക്കുള്ള മണ്ണെന്ന് പറയുന്നത് അനവധി മിസ്രിമാർ വന്ന് പാദം ചവിട്ടി അനുഗ്രഹിക്കപ്പെട്ട ശിശുക്കൾ ചെയ്ത മണ്ണായത്. ഇവിടെ ഒരു പുതിയ ഉണർവിന്റെ തലം തുറക്കപ്പെടുവാൻ ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് ഏൽപ്പിച്ചു കൊടുക്കാം. മറുവിലയായിരുവൻ ക്രൂശിയാഗമായത് ആ മറുവിലയുടെ വലിപ്പം ഓർത്ത് തെറ്റിപ്പോകാതെ അവന്റെ പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞാൽ ആ ഉണർവിന്റെ ഭാഗമാക്കി ദൈവം നമ്മളെ മാറ്റും. അങ്ങനെ കർത്താവിനെ കൈക്കൊണ്ടവരെ കർത്താവ് എന്ത് ചെയ്തു? കൈക്കൊണ്ടു. ആ കൈക്കൊണ്ടവരെ കർത്താവ് എന്ത് ചെയ്തു? സഭയോട് ചേർത്ത് വെച്ചു. കർത്താവിനെ കൈക്കൊണ്ടിട്ടും ഹൃദയം കൊണ്ട് ഏറ്റു പറയാൻ കഴിയാതെ പലരും പരീശന്മാരെ ഭയന്ന് ജീവിച്ചു. ഇന്ന് രാത്രി അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ധൈര്യത്തോടെ മുമ്പോട്ട് വരണം. തികഞ്ഞ സ്നേഹമാണ് ഭയത്തെ പുറത്താക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. പ്രൈസ് ദി ലോർഡ്. രക്ഷകൻ യേശുക്രിസ്തു മാത്രമാണ്. ഓരോന്നോരോന്ന് ഇപ്പം എല്ലാം മാറിക്കൊണ്ടിരിക്കുക. എല്ലാം ദൈവം അതിൻ്റെ പരുവത്തിൽ ചെയ്യും. സ്തോത്രം. ഞാൻ ഏറെ നാളുകൾ പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം എടുത്ത് പ്രസംഗിക്കുമ്പോൾ ഒരു വാക്യം ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ യേശു കർത്താവിന് ജഡത്തിൽ അവതരിക്കുവാൻ ശരീരത്തെ വിട്ടുകൊടുത്ത ആ നസ്രയത്തിൽ വിശുദ്ധിയായി ജീവിച്ച മറിയ, ആ മറിയ പറയുന്നൊരു വാക്യമുണ്ട്, എൻ്റെ ഉള്ളം എൻ്റെ രക്ഷിതാവിൽ സന്തോഷിക്കുന്നു. അപ്പൊ അന്ന് മറിയ പറഞ്ഞത് എനിക്കൊരു രക്ഷിതാവിന്റെ ആവശ്യമുണ്ടെന്ന്. സ്തോത്രം. പലർക്കൊന്നും പിടികിട്ടില്ല. പിന്നെ കാലക്രമത്തിൽ പിടികിട്ടി വരുന്നുണ്ട്. ഇനി അങ്ങനെ ഓരോന്നോരോന്ന് പിടികിട്ടി വന്നോളും. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിച്ചാൽ മതി. ദൈവം ഇടപെട്ടെ. ഒരു പ്രാണൻ പോലും നഷ്ടപ്പെട്ടു പോകരുത്. കർത്താവ് വന്ന ഒരു ചെറിയ ഗ്രൂപ്പിന് വേണ്ടിയല്ല, മുഴു ലോകത്തിന്റെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് കർത്താവ് ക്രൂശിൽ മരിച്ചത്. ആമേൻ. മനുഷ്യൻ വെച്ചിരിക്കുന്ന ജാതി മത വർഗ വർണ്ണഭേദമന്യേ ഏത് മനുഷ്യനും അടുത്തു വരുവാൻ ഒറ്റ വഴിയേ ഉള്ളൂ, യേശു ക്രിസ്തു എന്ന ഏക വഴി. ആ വഴി തുറന്നത് ക്രൂശിൽ തന്റെ ദേഹമെന്ന തിരശീല ചീന്തിക്കൊണ്ട് ജീവന്റെ ഒരു പുതുവഴി, മുഴു ലോകത്തിനും രക്ഷപ്പെടുവാൻ, ദൈവത്തിലേക്ക് വരുവാൻ, പിതാവിലേക്ക് വരുവാൻ ഒറ്റ വഴി യേശു ക്രിസ്തു എന്ന ഏക വഴി മാത്രമാണ്. ആ വഴിയിലൂടെ സഞ്ചരിക്കണം. അതിന് അങ്ങനെ കർത്താവിനെ അറിഞ്ഞു വരുന്നവരെ ചേർത്ത് നിർത്തുവാൻ വേണ്ടി ദൈവം ഈ മണ്ണിൽ ഒരുക്കിയ ആത്മീകമായ സൗധത്തിന്റെ പേരാണ് ദൈവസഭ. അവിടേക്ക് വരുന്ന ആൾ ആദ്യം ചെയ്യേണ്ടത്, ഞാൻ പാപിയാണെന്ന ഉത്തമ ബോധ്യം വരണം. എൻ്റെ പാപത്തിന് പരിഹാരം വേണം. അതിനെൻ്റെ നീതിപ്രവർത്തികളൊന്നും കഴിയത്തില്ല. എൻ്റെ ധനം കൊണ്ട് പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയത്തില്ല. എൻ്റെ വിദ്യാഭ്യാസം കൊണ്ട് പരിഹാരം വരുത്തുവാൻ കഴിയില്ല. എൻ്റെ പാപത്തിന് പരിഹാരത്തിനായി സ്വർഗമഹിമകളെ വിട്ടിറങ്ങി വന്ന ഏകരക്ഷാനായകൻ യേശു ക്രിസ്തുവാണ്. പാപം അറിയാത്തവൻ, പാപം ചെയ്യാത്തവൻ എൻ്റെ പാപങ്ങളെ ഏറ്റുകൊണ്ട് ക്രൂശിൽ മരിച്ചു. എനിക്ക് പകരക്കാരനായി കർത്താവ് ക്രൂശിൽ മരിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. രക്ഷയ്ക്കായി വായി കണ്ടേറ്റു പറയണം. അപ്പൊ ഈ ചിലര് ഹൃദയം കൊണ്ട് വിശ്വസിക്കും, എന്നിട്ട് ആരും അറിയാതെ നടക്കും. പറയും ഞങ്ങൾക്ക് ഭയങ്കര വിശ്വാസമാണ്. നല്ലതാണ്. പക്ഷേ ആമീൻ, ആ വിശ്വാസം ഏറ്റു പറയാൻ മടിക്കരുത്. മടിച്ചാൽ വചനം പറയുന്നു, നിങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയാൻ മടിക്കുന്നെങ്കിൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ അടുത്ത് ഇരുന്നുമ്പോൾ ഞാൻ നിങ്ങളെ കുറിച്ച് ലജ്ജിക്കും. പിൻ ഡ്രോപ്പ് സൈലന്റ്. സ്തോത്രം. അവിടെ ചെല്ലുമ്പോൾ പറയണം, എനിക്കറിയാമെന്ന് പറഞ്ഞ കർത്താവ്. സ്തോത്രം. ഒരനവധി കഷ്ടങ്ങളിലൂടെ കടന്നു വന്നവർ, കുഞ്ഞാടിന്റെ രക്തത്താൽ തങ്ങളുടെ അങ്കി കഴുകി ശുദ്ധീകരിച്ച് വന്നവരെന്ന് പറയുന്ന ഗണത്തിൽ നമ്മൾ നിൽക്കണം. ഇന്ന് രാത്രി കർത്താവിനെ കൈക്കൊണ്ടു അവിടാണോ നിൽക്കുന്നത്? ആരെയും പേടിക്കണ്ട, ഒരു മനുഷ്യനെയും ഭയപ്പെടണ്ട. ബഹുമാനവും സ്നേഹവും നല്ലതാ. ഇന്ന് രാത്രി യേശുവിനെ മാത്രമേ ആരാധിക്കാവൂ. ധൈര്യത്തോട് വിട്ടുപോരണം. നമ്മുടെ തീരുമാനമാണ് നമ്മുടെ ജീവിതത്തിന്റെ റൂട്ട് മാറ്റുന്നത്. 10ാം തലമുറ പോലും ദൈവത്തിന്റെ ആലയത്തിൽ കയറില്ലെന്നാണ് മോവാബിനെ പറ്റിയുള്ള പഴയ നിയമത്തിലെ ഭാഗത്തിലെ സ്റ്റേറ്റ്മെന്റ്. മോവാബിരുടെയും അമ്മോന്റെയും 10ാം തലമുറ പോലും ആലയത്തിൽ കയറരുത്. പക്ഷേ തിരുവെടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ആ മോവാബിൽ
ഒരു പെൺകുട്ടി ഒരൊറ്റ തീരുമാനമെടുത്തു. എന്താ തീരുമാനം? നിന്റെ ദൈവം എൻ്റെ ദൈവം, നിന്റെ ജനം എൻ്റെ ജനം. നീ മരിച്ച് അടക്കപ്പെടുന്നത് ഞാനും മരിച്ച് അടക്കപ്പെടും, മരണത്താനല്ലാതെ ഞാൻ നിന്നെ. ഈ തീരുമാനം മനുഷ്യനോടായിരുന്നില്ല, ദൈവത്തോടാണ്. സങ്കീർത്തനങ്ങൾ പറഞ്ഞു, അല്ലയോ കുമാരി കേൾക്കാം. അവൾ കേട്ടു, നവോമിയുടെ കേട്ടു, ഇസ്രായേലിന്റെ ദൈവത്തെക്കുറിച്ച് കേട്ടു. ഇതുപോലെ കരുതുന്നൊരു ദൈവം, സ്തോത്രം. അനാഥയെ കരുതുന്ന, വിധവയെ കരുതുന്ന, അവിടെ ആധിരിനെ ഉറപ്പിക്കുന്ന ഒരു ദൈവം. ആ ദൈവത്തെ അവൾ കണ്ടു. അവളേറ്റ് പറഞ്ഞു, നിന്റെ ദൈവം എൻ്റെ ദൈവം, നിന്റെ ജനം എൻ്റെ ജനം. ഈ തീരുമാനത്തിന്റെ അനന്തരഫലം അറിയാമോ? അവിടെ രണ്ട് ജനതയാണ് ലോത്തിന്റെ തലമുറയിൽ വരുന്ന, മോവാബ്യരും അമ്മോന്യരും. ഈ മോവാബ്യരുടെ ഒരു ദേവനുണ്ട്, കേമോഷ് എന്നാണ് ആ ദേവന്റെ പേര്. അതിന്റെ പ്രത്യേകത, ആ മണ്ണിൽ മോവാബിൽ ജനിക്കുന്ന ഏതൊരു തലമുറയും ആദ്യജാതനെ കേമോഷിന്റെ ബലിപീഠത്തിൽ തുണ്ടം തുണ്ടമായി മുറിച്ച് കഷണം കഷമാക്കിയിട്ട് കേമോഷിന് ബലി കൊടുക്കണമെന്നുള്ളതാണ് പ്രമാണം. അങ്ങനെ കൊടുത്തു വരുന്നു. ഒരു പക്ഷേ രൂത്ത് മോവാബിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ നാളെ അവൾക്കൊരു തലമുറ ജനിച്ചാൽ ആ തലമുറയെ അവൾ കൊടുക്കേണ്ടത് കേമോഷിന്റെ ബലിപീഠത്തിലേക്കാണ്. പക്ഷെ അവിടെ തീരുമാനത്തിന്റെ ആഴം അറിഞ്ഞ ദൈവം അവിടെ തലമുറയെ ആ കേമോഷിന്റെ ബലിപീഠത്തിലേക്കല്ല കൊടുത്തത്, സകല മാനവ ജനതയ്ക്കും വേണ്ടി ക്രൂശിൽ ബലിയായി തീരുവാൻ വരുന്ന യേശു ക്രിസ്തുവിന് പിറവിയെടുക്കാനുള്ള വേർതിരിച്ച ആ ഗോത്രത്തിലേക്ക് ദൈവം അവരുടെ തലമുറയെ ചേർത്ത് വെച്ചു. 10ാം തലമുറ ആലയത്തിൽ കയറരുതെന്നാണ് പ്രമാണമെങ്കിൽ അവൻ ആലയത്തിലല്ല, ആലയത്തെക്കാൾ വലിയവനായ യേശു ക്രിസ്തുവിന് ജഡത്തിൽ അവതരിക്കാൻ കഴിയുന്ന വിശുദ്ധ വംശത്തിൽ അവരുടെ തലമുറയുടെ പേര് ദൈവം എഴുതി വെച്ചെങ്കിൽ ഇന്ന് രാത്രി ആത്മാവിൽ ഒരു ദൂതി ഞാൻ വിളിച്ചു പറയാം. പാരമ്പര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കാതെ ഇന്ന് രാത്രി പുറത്തു വരാൻ നിനക്ക് കഴിയുമെങ്കിൽ, നിനക്ക് ചിന്തിക്കാൻ കഴിയാത്ത നിലയിൽ, വിചാരിക്കാൻ കഴിയാത്ത നിലയിൽ നിന്റെ തലമുറയുടെ പേര് എഴുതി ചേർക്കുന്ന ഒരുവനുണ്ട്. അവന്റെ പേര് നസറേയനായ യേശു ക്രിസ്തു എന്ന് മാത്രമാണ്. തിരികെ പോയി ഓർപ്പ ഉടമസ്ഥയെ ജീവിച്ചു കാണാം. ജനിച്ച തലമുറയൊക്കെ ബലി കൊടുത്തിങ്ങനെ പോയി കാണാം. പക്ഷേ രൂത്തിനെ പറ്റി ഇന്ന് രാത്രി നമ്മൾ പ്രസംഗിക്കാൻ കാരണം ആ വംശാവലി ദൈവം കൊണ്ട് അവളെ ചേർത്ത് വെച്ചു. 10ാം തലമുറയിലും കയറുന്ന പ്രമാണമെങ്കിൽ തീരുമാനങ്ങളാ അവിടെ ജീവിതത്തിന് ഗതി മാറ്റി. ഇന്ന് രാത്രി പരിശുദ്ധാത്മ വിളിച്ചു പറയുന്നു, ഇവിടെ ഇരിക്കുമ്പോൾ ഉറച്ചൊരു തീരുമാനം, ഞാൻ യേശുവിനെ ഉള്ളം കൊണ്ട് സ്നേഹിക്കുന്നു. ഇന്ന് രാത്രി വിളിച്ചു പറയാൻ എനിക്കൊരു മടിയില്ല. എത്ര പേർക്ക് ആത്മാവിൽ പറയാൻ കഴിയും, യേശുവാണ് എന്റെ രക്ഷകൻ, യേശുവാണ് ഏക മധ്യസ്ഥൻ. ഇത് പറയാൻ മടിക്കരുത്. മടിച്ചാൽ ആമേൻ, കർത്താവ് നിന്നെ കുറിച്ച് ലജ്ജിക്കുമെന്ന തിരുവെടുത്ത്. തന്നെയല്ല, യോഹന്നാൻ തന്റെ ലേഖനങ്ങളിൽ പറയുന്നുണ്ട്, എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും എൻ്റെ കൽപ്പനകളെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവനെ ഞാൻ കള്ളൻ. വാസന്മാരാ പറഞ്ഞേ, കള്ളനെന്ന് നമുക്കാർക്കും ആ പേര് ഇഷ്ടമല്ല അല്ലേ? ക്രൂശിലെ കള്ളനെ പോലും നമുക്ക് കള്ളൻ കള്ളെന്ന് വിളിക്കുന്ന ഇഷ്ടമല്ല. പക്ഷെ കർത്താവിനെ അറിയാം, യേശുവിനെ നന്നായി അറിയാം, പുസ്തകം നന്നായി അറിയാം എന്ന് പറയുകയും കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിക്കാതിരിക്കുകയും ചെയ്താൽ അവരുടെ പേരെന്തുവാ? ഞാൻ ട്രിവാൻഡ്രത്തുള്ള ഒരു ബൈബിൾ കോളേജിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഈ സാൽവേഷൻ ആർമിയിൽ നിന്ന് വന്ന ഒരു സഹോദരി, നല്ല ബൈബിൾ നന്നായി വായിച്ച് അറിവുള്ള ഒരാളാണ്, നല്ല അറിവുള്ള ആളാണ്. അപ്പം അന്ന് രാത്രി ഇങ്ങനെ സംസാരിച്ചപ്പോൾ അത് സഹോദരി ചോദിച്ചിങ്ങനെ, ഈ ഉപദേശ വിഷയങ്ങൾ പറഞ്ഞിരിക്കുന്ന, ഇടയ ശുശ്രൂഷയെ പറ്റി പറഞ്ഞിരിക്കുന്ന ലേഖനങ്ങളിൽ സ്നാനത്തെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ പാസ്റ്ററെ. ഞാൻ പറഞ്ഞില്ല. അപ്പോൾ പിന്നെ സ്നാനം വേണ്ടല്ലോ. ഞാൻ അങ്ങനെ അവിടെ എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. സംസാരിച്ചു, വളരെ ശക്തമായി സംസാരിച്ചു. ഞാൻ പറഞ്ഞ സഹോദരി, വെള്ളത്തിലേക്ക് ഇറങ്ങാൻ മടിയാണ്, ഇറങ്ങണ്ട, ഞാൻ നിർബന്ധിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ചെയ്യണം, എവിടെ വീടെന്ന് ചോദിച്ചെന്ന് പറഞ്ഞാൽ പാറശാലയാണ്. ഞാൻ നാളെ ലോറി പിടിച്ചെന്ന് വരുമെന്ന് പറഞ്ഞു. നല്ലൊരു മരക്കുരിശ് ഉണ്ടാക്കിയിട്ട് ഞാൻ വരും. ഇവിടെ 3-4 ആണിയൊക്കെ സംഘടിപ്പിച്ച് കൊണ്ടുവരും, അതിലൂടെ കയറി നിന്നോണം. ആണി ഞാൻ തന്നെ അടിച്ചോളാം പറഞ്ഞു. വെള്ളത്തിലിറങ്ങണ്ട, ആണി അടിച്ചു. സ്തോത്രം. അപ്പോൾ ഒരു പണ്ഡിതൻ പറഞ്ഞാണ്, അവരെ തന്നെ പഠിച്ച ഒരാൾ പറഞ്ഞാണ്, ക്രൂശിലെ കള്ളൻ സ്നാനപ്പെട്ടില്ല. ശരിയാ, ക്രൂശിലെ കള്ളൻ എന്തിനാ സ്നാനപ്പെടുന്നു? ക്രൂശ മരണത്തോട് ഏകീഭവിക്കുന്ന സ്നാനം. അപ്പം വെള്ളത്തിലിറങ്ങാൻ മടിക്കുന്ന ആള് വെള്ളത്തിലിറങ്ങണ്ടപ്പ, നേരെ ക്രൂശെ കയറിക്കോണം, അവിടെ കിടന്ന് മരിച്ചോണം. ആ വേദനയിലേക്ക് നിന്നെ വിടാതിരിക്കാൻ പറഞ്ഞു. നീ മടിക്കണ്ട,
ഞാൻ നിനക്ക് വേണ്ടി ക്രൂശ് യാഗമായില്ലേ, അതിൻ്റെ ഓർമ്മയാണ്. ആ ക്രൂശ് മരണത്തോട് നീ ഏകീഭവിക്കുക. പാപസംബന്ധമായ നിന്റെ ജഡമനുഷ്യൻ മരിക്കണം. മരിച്ച മനുഷ്യനെ ജലക്കല്ലറിൽ അടക്കുന്നു, ഉയർക്കുന്നു. ഒരു പുതിയ മനുഷ്യൻ്റെ അനുഭവത്തെ, ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു. ഈ അനുഭവത്തിൽ മുമ്പോട്ട് പോകണം. പ്രൈസ് ദി ലോർഡ്. മറവിലയുടെ വലിപ്പമോർത്ത് ഇതിനകത്ത് തെറ്റിപ്പോകരുത്. ഞാൻ ഈ സംഭാഷണമെല്ലാം കഴിഞ്ഞു. പിറ്റേ പ്രഭാതം ഞാൻ കട്ടപ്പന ഒരു മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ രാത്രി എന്നെ വിളിച്ച്, പാസ്റ്റേ കഴിഞ്ഞ രാത്രി ഞാൻ ഉറങ്ങിയില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനൊന്നും ദോഷം പറഞ്ഞില്ലല്ലോ, വചനമല്ലേ പറഞ്ഞല്ലോ. അല്ല പാസ്റ്റേ, എനിക്ക് സ്നാനപ്പെടണം, എനിക്ക് സ്നാനപ്പെടണം. ഞാൻ ചാരി പറഞ്ഞു, ഞാൻ വചനം വായിച്ചു, പാസ്റ്റർ പറഞ്ഞ ഭാഗമെല്ലാം വായിച്ചു, എനിക്ക് ബോധ്യപ്പെട്ടു, ഞാൻ സ്നാനപ്പെടണം. പിറ്റേ ദിവസം ആ സഹോദരിയെ, അവിടെയുള്ള ദൈവസഭയിലെ കർത്തദാസനെ കൂട്ടി അവർ പോയി സ്നാനപ്പെട്ടു എന്ന് കേട്ടത്. സ്തോത്രം. ഞാൻ പറഞ്ഞത് സ്നാനം ആമേൻ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തോട് ചേരാനല്ല, ക്രിസ്തുവിനോട് ചേരാനാണ്. നിനക്ക് വേണ്ടി മറവിലയായി അവസാനത്തുള്ള രക്തം വരെയും ഊറ്റിത്തന്ന യേശുവിനോട് നീ ചേരുന്ന ശുശ്രൂഷയാണ് സ്നാനം. കർത്താവിനെ കൈക്കൊണ്ട് കഴിയുമ്പോൾ കർത്താവ് നിന്നെ കൈക്കൊള്ളും. കർത്താവിൻ്റെ പ്രമാണം അനുസരിക്കും. അവൻ്റെ ക്രൂശമരണത്തിലേക്ക് ഭവിക്കുന്ന വിശ്വാസ സ്നാനം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജലത്തിൽ മുങ്ങി സ്നാനപ്പെടണം. അതിനുശേഷം പുതിയൊരു മനുഷ്യനാണ് നീ. ആ പുതിയ മനുഷ്യനെ ഈ പാപലോകത്തിൽ പരിശുദ്ധമായ ജീവിതം നയിക്കണമെങ്കിൽ ഒരു സഹായി വേണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ നിന്റെ ഒപ്പം തരികയാണ്. ഈ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നീ തുടർന്നൊരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഗൈഡ് ചെയ്യുകയാണ്. ആ വിശുദ്ധ ജീവിതം നയിച്ച് 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 മുൻപോട്ട് പോകണം. തേജസ്കരണമെന്ന ഏറ്റവും മഹത്തരമായ ആ സമയമെത്തും വരെയും രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, രക്ഷിക്കപ്പെടും. രക്ഷയുടെ പൂർത്തീകരണത്തിലേക്ക് എത്തുന്ന തേജസ്കരണമെന്ന ഏറ്റവും അനുഗ്രഹീതമായ അനുഭവത്തിലേക്ക് എത്തും വരെയും വിശുദ്ധ ജീവിതം നയിക്കുവാൻ ദൈവസഭയ്ക്ക് പ്രമാണങ്ങൾ, ഉപദേശങ്ങൾ കർത്താവ് നൽകിയിട്ടുണ്ട്. അത് അപ്പോസ്തലർ 2-ാം അധ്യായം പറയുന്നു, മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മനിറവ് പ്രാപിച്ച് പ്രാർത്ഥന കഴിച്ച് അപ്പം നുറുക്കി കൂട്ടായ്മ ആചരിച്ച് വരണം. 7 വിധ അടിസ്ഥാന ഉപദേശങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ കർത്താവ് തന്റെ അപ്പോസ്തലന്മാർക്ക് പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ അനുസരിച്ച് പ്രമാണിച്ച് നിന്നാൽ ഒരു കാര്യം ഉറപ്പാണ്. ആമേൻ. ഈ മണ്ണിൽ നിന്ന് മരണം വഴിയായി മാറ്റപ്പെടേണ്ടി വന്നാലും ഒരു പ്രത്യാശയുണ്ട്. എൻ്റെ പേർ വിളിക്കുന്ന ഒരു സമയമുണ്ട്. ഹല്ലേലൂയ. ക്രിസ്തുവിൽ ജനിച്ച് ക്രിസ്തുവിൽ ജീവിച്ച് ക്രിസ്തുവിലാണ് മരിക്കുന്നതെങ്കിൽ നമ്മുടെ പേര് വിളിക്കുന്ന ഒരു സമയമുണ്ട്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുമ്പോൾ പ്രാണന് വേണ്ടി മറവിലിയായി കൊടുത്ത കർത്താവിനെ ഓർത്തുകൊണ്ട് ആമേ സമ്പത്തോ വിദ്യാഭ്യാസമോ മറ്റൊന്നും കൊണ്ടും മറവില കൊടുക്കാൻ കഴിയാതെ നിസ്സഹായനായി നിൽക്കുന്ന മനുഷ്യ, ഇന്ന് രാത്രി നിനക്ക് വേണ്ടി മറവിലയായി ക്രിസ്തു ക്രൂശിയാഗമായി. ആ മറവില വലിപ്പം ഓർത്ത് തെറ്റിപ്പോകാതെ ഇന്ന് രാത്രി ക്രൂശിലേക്ക് അടുത്തു വരുവാൻ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആ മറവിലുള്ള വലിപ്പം ഓർക്കണം. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലത് നമുക്ക് നൽകാതിരിക്കുമോ? ഈ കർത്താവിനെ ഇന്ന് രാത്രി എൻ്റെ രക്ഷകനായി ഞാൻ സ്വീകരിക്കുന്നു എന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. അടുത്തിരിക്കുന്നവരെ ഒന്നും നോക്കുകയും പേടിക്കുകയൊന്നും വേണ്ട. തൻ്റെ ഇടത്തോളം ഞാൻ ഈ കർത്താവിനെ എൻ്റെ രക്ഷകനായി സ്വീകരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഇന്നലെ കർത്താവിനെ സ്വീകരിച്ച ആളാണ്, പക്ഷേ ഹൃദയം കൊണ്ട് വിശ്വസിച്ചു, പക്ഷേ എനിക്ക് വായ കൊണ്ട് ഏറ്റു പറയാൻ കഴിഞ്ഞില്ല. ഇന്ന് രാത്രി ഞാൻ ആ കർത്താവിനെ ഏറ്റു പറയുന്നു എന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ ഞാൻ വിശ്വസിച്ചു, കർത്താവിനെ ഞാൻ ഏറ്റു പറഞ്ഞു, പക്ഷേ അവൻ്റെ ക്രൂശ് മരണത്തിൽ ഏകീഭവിക്കുന്ന സ്നാനം ഞാൻ ഏറ്റെടുത്തിട്ടില്ല. ഇന്ന് രാത്രി ആ സ്നാനത്തിനായി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. കൈ ഉയർത്തി നിങ്ങളുടെ എണ്ണം എടുക്കാനല്ല നിൽക്കുന്നത്. ഈ രാത്രി കണ്ണുകൾ അടച്ചിരിക്കുമ്പോൾ സ്വർഗം നിങ്ങളെ കാണുന്നുണ്ട്. ഇന്ന് രാത്രി നിങ്ങളുടെ തീരുമാനമാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഗതിയെ മാറ്റുന്നത്. ഇന്ന് രാത്രി നിന്റെ പേര് ആ പുസ്തകത്തിൽ എഴുതപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ആവർത്തന പുസ്തകം ഇങ്ങനെ പറയുന്നു, എന്നോട് പാപം ചെയ്യുന്നവന്റെ പേര് ഞാൻ എന്റെ പുസ്തകത്തിൽ നിന്ന് മായിച്ചു കളയും. ഈ രാത്രി ആദം പാപം ചെയ്യുമ്പോൾ സകല മനുഷ്യന്റെയും പാപം അതിലൂടെ നമ്മളെ വെളിപ്പെട്ട് കാണുന്നുണ്ട്. മുഴുലോകവും പാപത്തിനടിമയായോണ്ട് മുഴുലോകത്തിന്റെയും എല്ലാ മനുഷ്യന്റെ പേര് പുസ്തകത്തിൽ നിന്ന് മായ്ക്കപ്പെട്ടത് കൊണ്ട് ഈ രാത്രി ആത്മ പറയുന്നു, മടങ്ങി വരാൻ മനസ്സാണെങ്കിൽ നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ കർത്താവ് എഴുതും. പ്രൈസ് ദി ലോർഡ്. ആ പേര് വിളിക്കുന്ന ഒരു മഹനീയ ദിനമുണ്ട്. ആമേൻ. സ്തോത്രം. ഇന്ന് രാത്രി എൻ്റെ കർത്താവിനെ ഞാൻ എൻ്റെ ഉള്ളത്തിൽ സ്വീകരിക്കുന്നു എന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും? ഞാൻ കർത്താവിനായി എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. എനിക്ക് വേണ്ടി മറവിലയായി തന്ന
എൻ്റെ നാഥന് വേണ്ടി ഞാൻ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. ഞാൻ രക്ഷിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു എന്ന് തീരുമാനമുള്ളവർ നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. എനിക്ക് കർത്താവിന്റെ ക്രൂശ് മരണത്തോട് ഏകീഭവിക്കുന്ന സ്നാനം എടുക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടിട്ടും പരിശുദ്ധാത്മാവിന്റെ ഒരു നിയന്ത്രണമില്ലാത്ത ജീവിതമാണ് ഞാൻ നയിക്കുന്നത്. പലപ്പോഴും തെറ്റിപ്പോകുന്ന അനുഭവങ്ങൾ. എന്നെ സകല സത്യത്തിന് വഴി നടത്തുവാൻ ആ പരിശുദ്ധാത്മാവിന്റെ കാര്യസ്ഥന്റെ സഹായം എനിക്ക് വേണമെന്ന് ആഗ്രഹമുള്ളവർ ഇന്ന് രാത്രി എഴുന്നേറ്റാണ്. Praise the Lord. Hallelujah. ക്രൂശിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ ഉയർത്തിക്കട്ടെ. പ്രിയരെ, ഇനിയും രക്ഷയെ സ്വന്തമാക്കാത്ത, രക്ഷയെ സ്വായത്തമാക്കാത്ത ആരെങ്കിലും ശബ്ദപരിധിനെ ശ്രമിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ക്രൂശിലേക്ക് അടുത്ത് വരിക. ഇത്രമാ സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ, ഇത്രമാ സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ, ഈ മഹാപാപത്തെ ദൈവമേ ഓർക്കല്ലേ, ഈ മഹാപാപത്തെ ദൈവമേ ഓർക്കല്ലേ. കാണുന്ന ഈ രാത്രി ശബ്ദബന്ധിരിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ ആ ക്രൂശിലേക്ക് ഉയർത്തിക്കട്ടെ. സകലത്തിന്റെയും സൃഷ്ടാവായിരുന്നവൻ, പ്രപഞ്ചത്തെ ഒരു വാക്കിനാൽ നിയന്ത്രിച്ചവൻ, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്നവൻ, മാനവകുലത്തിന്റെ പാപത്തിന്റെ മറവിലയായി ക്രൂശിത പിതാവിന്റെ ഇഷ്ടത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത് മൂന്നാണികളാൽ തൂങ്ങപ്പെട്ടവനായി ക്രൂശിൽ കിടക്കുമ്പോൾ ആ ക്രൂശിതന്റെ രൂപം ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തിൽ പതിയട്ടെ. തകർന്ന് നിന്റെ ഹൃദയത്തെ പണിയുവാൻ, തകർന്ന് നിന്റെ കുടുംബത്തെ പണിയുവാൻ, തകർന്നു പോയ നിന്റെ തലമുറയെ മടക്കി തരുവാൻ, തകർന്നു പോയ ശിഥിലമായി കൊണ്ടിരിക്കുന്ന നിന്റെ കുടുംബജീവിതത്തെ ഉറപ്പിക്കുവാൻ, സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ നാഥൻ ഇതാ ക്രൂശിൽ നിനക്കായി ബലിയായി തീരുന്നു. ആ ക്രൂശിലെ കണ്ണുകൾ ഉയർത്തി പറഞ്ഞ കർത്താവേ, എനിക്ക് അങ്ങയെ വേണം. ഇന്ന് രാത്രി ഞാൻ കർത്താവിനെ എൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു. ഞാൻ എൻ്റെ രക്ഷകനായി, എൻ്റെ വീണ്ടെടുപ്പുകാരനായി, ഏക സത്യനിത്യതയുമായി എൻ്റെ നാഥനെ എൻ്റെ ഉള്ളത്തിൽ സ്വീകരിക്കുന്നു. അങ്ങൻ്റെ കുടുംബത്തിലേക്ക് വരണമേ. ഞാനൊരു വാക്ക് നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രിയ കർത്താവേ, ഇന്ന് രാത്രി കടന്നു വന്നതിന് മക്കളെ ആശീർവദിക്കണമേ. ഞങ്ങളുടെ മറവിലെ നാഥനാണ്. എപ്പോഴും ആ ഓർമ്മയിൽ സഞ്ചരിപ്പാൻ കൃപ തരണമേ. ഈ ഭൂമിയിലെ ജീവിതം ക്ഷണികമാണ് കർത്താവേ, നിഴൽ പോലെയാണ്. എന്നാൽ ഈ മണ്ണിലെ ജീവിതം അവസാനിപ്പിച്ച് ഞങ്ങൾ പിരിയുമ്പോൾ ഒരു നിശ്ചയത്തോടെ പിരിയണം. ഞങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ട്. ഞങ്ങളെ തിരികെ വിളിക്കുന്നൊരു സമയമുണ്ട് എന്ന ഉറപ്പോടെ, ആ വിളിയിൽ ഞങ്ങളുടെ പേരുണ്ട് എന്ന ദൃഢനിശ്ചയത്തോടെ ഇന്ന് രാത്രി ആ ഉറപ്പ് ഞങ്ങളുടെ ഹൃദയത്തിൽ തരണമേ. കർത്താവ് ജനത്തെ ആസ്വദിക്കണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രി മറവിലയുടെ വലിപ്പം ഓർത്ത് തെറ്റിപ്പോകാതെ മഹത്വകരമായ ജീവിതം നയിക്കുവാൻ കർത്താവ് നിങ്ങളെ ആസ്വദിക്കട്ടെ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. എന്നെ ശിശുവിലേക്ക് ക്ഷണിച്ച ബഹുമാന്യ സാറിന്, എന്നോടൊപ്പമായിരുന്ന കർത്തദാസന്മാർക്ക്, കേട്ട പ്രിയപ്പെട്ടവർക്ക്, ദേശവാസികൾക്കെല്ലാം ഒരിക്കൽ കൂടെ സ്നേഹവും വന്ദനം അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും.